എല്ലാവർക്കും വിനീതമായ നമസ്കാരം. മഹാകവി കുമാരനാശാൻ്റെ 100ാം ചരമവാർഷികവും കരുണാ കാവ്യത്തിൻ്റെ 100ാം ജീവിത വാർഷികവും സംഗമിക്കുന്ന ഈ സന്ദർഭത്തിൽ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ച അക്കാദമിക്ക് നന്ദി. കേരളത്തിൽ സാഹിത്യോത്സവങ്ങൾ ആരംഭിച്ച കാലത്ത് 1-2 സാഹിത്യോത്സവങ്ങൾക്ക് ഞാൻ പോയിരുന്നു. ഞാൻ സാഹിത്യോത്സവങ്ങൾക്ക് അനുയോജ്യനല്ല എന്ന് ആ സന്ദർഭങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തിയതുകൊണ്ട് പിന്നീട് ഞാൻ അവയിൽ പങ്കെടുക്കാറില്ല. ഇത് നേരത്തെ ആലോചിച്ചൊരു കാര്യമാണ്. അത് ഈ സാഹിത്യോത്സവത്തിൻ്റെ ഭാഗം ആക്കിയതുകൊണ്ട് അങ്ങനെ സച്ചിദാനന്ദ മാഷ് ആവശ്യപ്പെട്ടതുകൊണ്ട് പിന്നെ ആശാൻ്റെ കവിതയോട് ഉള്ള താല്പര്യം കൊണ്ടുമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ടിട്ടുള്ള കവി കുമാരനാശാനാണ്. 1 നൂറ്റാണ്ടായി പാഠ്യപദ്ധതികളിൽ അദ്ദേഹത്തിൻ്റെ കവിതയുണ്ട്. മിക്കവാറും എല്ലാ സാഹിത്യ അധ്യാപകരും വിദ്യാർത്ഥികളും പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹാസ്ലിറ്റ് ഒരിക്കൽ പറഞ്ഞു, വില്യം ഹാസ്ലിറ്റ് ഒരിക്കൽ പറഞ്ഞു, if we wish to know the force of human genius, we should read Shakespeare. If we wish to see the insignificance of human learning, we may study his commentators. If we wish to know the force of human learning, we should read Shakespeare. If we wish to see the insignificance of human learning, we may only study his commentators. എൻ്റെ സംസാരവും ആ ഇൻസിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമൻ ലേണിങ്ങിലേക്ക് ആഡ് ഓൺ ചെയ്യപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ലോകമര്യാദ അനുസരിച്ച് ആശാൻ കവിതയെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് മാത്രം. അതൊന്നും ആശാൻ കവിതയ്ക്ക് പകരമാവുകയില്ല ഒരിക്കലും എന്ന അറിവോടെ. കാവ്യകലയെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് പുലർത്തുന്ന ഒരാളാണ് ആശാൻ. കാവ്യകല എന്ന പേരിൽ തന്നെ അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട്. കാവ്യകല അഥവാ 7ാം ഇന്ദ്രിയം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ദ്രിയം എന്നത് ഒരു എപ്പിസ്റ്റമോളജിക്കൽ ടൂളാണ്. അറിവ് നേടാനുള്ള ഒരു ഉപകരണം, ഇൻസ്ട്രുമെൻ്റ് ഓഫ് നോളജ്. അപ്പോൾ ആത്യന്തികമായ അറിവ്, പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള ആത്യന്തികമായ അറിവ് നേടാനുള്ള ഒരു ഉപകരണമായിട്ട് കൂടിയാണ് ആശാൻ കവിതയെ കാണുന്നത്. 5 ഇന്ദ്രിയങ്ങളും ആ ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മരൂപമായ മനസ്സും ഉപയോഗിച്ച് നേടാൻ കഴിയാത്ത അറിവ് നേടാൻ ആശ്രയിക്കാവുന്ന ഒരു ഉപകരണമായിട്ടാണ് ആശാൻ കവിതയെ കാണുന്നത്. എന്നാൽ അങ്ങനെ മാത്രമാണോ? അല്ല. പ്രപഞ്ചത്തിൻ്റെ
അടിസ്ഥാന ചാലക ശക്തിയായിട്ട് കൂടി അദ്ദേഹം കവിതയെ കാണുന്നു. താരാമണ്ഡലം ഒരു സൗരയൂഥം എന്നല്ല, ഓരോ രേണുവും അതുപോലെ ചക്രമാക്കി പാരാകെ ഭഗവതി ഭിന്നവേഗമായി നിൻ തേരോടുന്നിത് ബുധർ എങ്ങു നോക്കിയാലും എന്നാണ്. ബുധർ നോക്കിയാലേ കാണുകയുള്ളൂ, ബുദ്ധി ഇല്ലാത്തവർ നോക്കിയാൽ അത് കാണുകയില്ല. താരാമണ്ഡലം ഒരു സൗരയൂഥം എന്നല്ല, ഓരോ രേണുവും അതുപോലെ ചക്രമാക്കി സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും പ്രവർത്തിക്കുന്ന മഹാശക്തിയായിട്ടാണ്, അല്ലെങ്കിൽ ആ ശക്തിയുടെ പര്യായമായിട്ടാണ് ആശാൻ കവിതയെ കാണുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ആർക്കും നിൻ വടിവറിയില്ല എന്ന്. കവിതയുടെ സമഗ്ര രൂപം അറിയാൻ ആവശ്യമായ എപ്പിസ്റ്റമോളജിക്കൽ ടൂൾ നമുക്കില്ല എന്ന്. ആർക്കും നിൻ വടിവറിയില്ല, അതുകൊണ്ട് അത് അജ്ഞേയമായിരിക്കുന്നു കവിതയുടെ രഹസ്യം. ആശാനെപ്പോലെ പാണ്ഡിത്യമോ പ്രതിഭയോ ഒന്നുമില്ലാത്ത ഒരു കവിയും അല്ലാത്ത ഒരു കവിയുടെ ഭാര്യ, റഷ്യൻ കവി യോസിഫ് മെൻഡൽസ്റ്റാമിൻ്റെ ഭാര്യ, ഒരു ചെറിയ കുറിപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരത്തിന് എഴുതിയിട്ടുണ്ട്. അതിൽ അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ കാവ്യകലയെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: പോയട്രി ഈസ് എ മിസ്റ്ററി. അപ്പോൾ മഹാപണ്ഡിതനായ കുമാരനാശാനും ഒരു പാണ്ഡിത്യവുമില്ലാത്ത നട്ടാഷ മെൻഡൽസ്റ്റാമും ഒരുപോലെ പറയുന്നു ആർക്കും നിൻ വടിവറിയില്ല എന്ന്, അല്ലെങ്കിൽ പോയട്രി ഈസ് എ മിസ്റ്ററി എന്ന്. എന്തായാലും കുമാരനാശാൻ മനുഷ്യ അസ്തിത്വത്തിൻ്റെ കാര്യകാരണങ്ങളെ, സൂക്ഷ്മതലങ്ങളെ അറിയാനുള്ള മാർഗമായിട്ടാണ് കവിതയെ ആശ്രയിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ധ്യാന മനനങ്ങളുടെ ഫലമായി അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ മനുഷ്യജീവിതത്തിൻ്റെ ആന്തരിക ലോകത്തെയാണ് അദ്ദേഹം ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കരുണയും അതിൽ നിന്ന് വ്യത്യസ്തം അല്ല. നമുക്കറിയാം, കുമാരനാശാൻ അടിയുറച്ച ദൈവവിശ്വാസിയായിരുന്നു, ആസ്തികനായിരുന്നു. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ എന്ന് ആഹ്വാനം ചെയ്ത കവിയാണ് അദ്ദേഹം. നിത്യനായക നീതിചക്രം അതിൻ തിരിച്ചിലിന് അക്ഷമാം സത്യം ഉൾക്കമലത്തിലും വിളങ്ങുക എന്നുടെ നാവിലും എന്ന് പ്രാർത്ഥിച്ച കവിയാണ് അദ്ദേഹം. നാമിങ് അറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം എന്ന് കൊച്ചു കുഞ്ഞുങ്ങളോട് പറഞ്ഞുകൊടുത്ത കവിയാണ് കുമാരനാശാൻ. അതുകൊണ്ട് ആശാൻ പറയുന്നത് ബുദ്ധദർശനം നാസ്തിക ദർശനമാണ്, അത് നമുക്ക് സ്വീകാര്യമല്ല. നമുക്ക് സ്വീകാര്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ആസ്തിക ദർശനമാണ് എന്ന്. പല മതസാരവും ഏകം എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ബുദ്ധ തത്വങ്ങൾക്ക് കടകവിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്, ആശാൻ പറഞ്ഞത്. ഒരു ദൈവം എന്ന സങ്കല്പം ബുദ്ധ ദർശനത്തിലില്ല എന്ന്, അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ദർശനത്തിന് കടകവിരുദ്ധമാണ് ബുദ്ധദർശനം എന്ന് അദ്ദേഹം പറഞ്ഞത്.
അതുകൊണ്ടുകൂടിയാണ് ബുദ്ധമതം സ്വീകരിക്കരുത് എന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹം മതപരിവർത്തന രസവാദം എഴുതിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യമായി ശ്രദ്ധേയനാക്കിയ വീണപൂവിൽ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് ചർച്ച ചെയ്ത് സ്ഥാലീപുലാക ന്യായേന ചർച്ച ചെയ്ത് അവസാനം അദ്ദേഹം ശാന്തി ഔപനിഷദോക്തികൾ തന്നെ നൽകും, ശാന്തി ഔപനിഷദോക്തികൾ തന്നെ നൽകും എന്ന നിഗമനത്തിലെത്തിയത്. ഏതാണ് ഔപനിഷദോക്തികൾ? ഋഗ്വേദത്തിലെ ഐതരേയ ഉപനിഷത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന ഉക്തി, എന്ന അഫോറിസം, എന്ന ആപ്തവാക്യം, യജുർവേദത്തിലെ ബൃഹദാരണ്യ ഉപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മി എന്ന ആപ്തവാക്യം, അഥർവവേദത്തിലെ മാണ്ഡൂക്യ ഉപനിഷത്തിലെ അയം ആത്മാ ബ്രഹ്മ എന്ന അഫോറിസം, ആപ്തവാക്യം, അതുപോലെ സാമവേദത്തിലെ ഛാന്തോഗ്യ ഉപനിഷത്തിലെ തത്വമസി എന്ന ആപ്തവാക്യം. ജീവിതവും മരണവും എന്ന വൈരുദ്ധ്യത്തിൻ്റെ, ആ വൈരുദ്ധ്യം ഉളവാക്കുന്ന സംഘർഷത്തിൻ്റെ അശാന്തിയിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗമായി അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ശാന്തി ഔപനിഷദോക്തികൾ തന്നെ നൽകും എന്നാണ്. പക്ഷേ ആ ഔപനിഷദോക്തികളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഭവവും വിശ്വാസവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് കണ്ണയെ മടങ്ങുക, കരിഞ്ഞും അലിഞ്ഞും ആശും മണ്ണാകും ഈ മലര്, വിസ്മൃതമാകും ഇപ്പോൾ, എണ്ണീടുക ആർക്കും ഇതുതാൻ ഗതി, സാധ്യമെന്ത് കണ്ണീരിനാൽ അവനിവാഴ്വ് കിനാവു കഷ്ടം എന്ന അനുഭവത്തെ തള്ളിപ്പറയാൻ ആശാന് കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഔപനിഷദ് ഉക്തികളിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഭവം തള്ളിക്കളയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം സത്യസന്ധമായി തന്നെ അത് ആവിഷ്കരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം വീണപൂവിൽ മാത്രമല്ല, 1919 എഴുതിയ ചിന്താവിഷ്ടയായ സീതയിലും ദിനരാത്രികൾക്ക് അറ്റ് ശാന്തമാം അനഘസ്ഥാനം ഇത് ആദിധാമമാം എന്ന് താൻ എത്തിച്ചേരാൻ പോകുന്ന, മരണാനന്തരം എത്തിച്ചേരാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് സീത പറയുന്നുണ്ട്. അനഘസ്ഥാനം ഇത് ആദിധാമമാം, ദിനരാത്രികളറ്റ് വൈരുദ്ധ്യങ്ങളറ്റ് ശാന്തമായ സ്ഥലത്തെത്തും. ഭജമാനൈക വിഭാവ്യമായ പദം എന്നാണ് ആ പദത്തെ വിശേഷിപ്പിക്കുന്നത്. അവിടെ വൈരുദ്ധ്യങ്ങളില്ല. പക്ഷേ ജീവിതത്തിൽ ഉള്ള വൈരുദ്ധ്യങ്ങളെ ആശാന് നിഷേധിക്കാൻ പറ്റുന്നില്ല. അതിനെ അസത്യമെന്നോ മിഥ്യയെന്നോ മായയെന്നോ ഒന്നും തള്ളിക്കളയാൻ ആശാന് പറ്റുന്നില്ല. ആ അനുഭവം സത്യസന്ധമായി തന്നെ ആശാൻ ആവിഷ്കരിക്കുന്നു. പ്രരോദനത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നത് വിശ്വാസത്തിലാണ്. ആകാശങ്ങളെ അണ്ടരാശികളോടും ഭക്ഷിക്കും ആകാശമായി, ഈ കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി, ശോക ആശങ്കയെഴാത്ത ശുദ്ധസുഖവും ദുഃഖീകരിക്കുന്നതാം ഏകാന്ത അദ്വയ ശാന്തിഭൂവിന് നമസ്കാരം നമസ്കാരമേ ഉള്ളൂ. അദ്ദേഹം അങ്ങോട്ട് എത്തിയിട്ടില്ല. എത്തിയത് എവിടെയാണ്? ഓരോന്നിങ്ങനെ ഊഹമോ നിഗമമോ ലാക്കാക്കി യോതാം ചിലർക്ക്. ആരോരുന്നിതു സത്യം, എങ്ങനെ ഒരാൾ കാണുന്നിത് അങ്ങേപ്പുറം. നേരോ പ്രേതകഥാപ്രസക്തി പൊളിയോ, മസ്തിഷ്ക വൈകല്യമോ, വേരോടിങ്ങ് കരിഞ്ഞുപോയ തരുവിൻ ഛായയ്ക്ക് നിൽക്കാവതോ. ഈ സന്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ
വ്യക്തിപരമായ സത്യം. പക്ഷെ വിശ്വാസം അദ്വൈതത്തിലാണ്. പക്ഷെ അനുഭവത്തിലെ ഈ വൈരുദ്ധ്യം അദ്ദേഹത്തിന് പരിഹരിക്കാൻ കഴിയുന്നില്ല. ഹാ കഷ്ടം പ്രതിഭാപ്രകാശഭരമാർന്ന ആർക്കോജ്വലൻ മർത്യനും ലോകത്തിൻ മൃതി തുല്യം ഇന്നും ഒളി കണ്ടിടാത്ത കീടത്തിനും ഈ കർമ്മക്ഷമ വിദ്യ ഒന്നും ഇനിയും സഹായമേകിയില്ല. ഈ ശോകത്തിന് വൃഥ കപാലഫലകം കായ്ച്ചു നീണാൾ നരൻ എന്ന് അദ്ദേഹം വിലപിക്കുന്നുണ്ട്. ശോകത്താലിഹ യോഗസംഗതി സമാധാനം തരുന്നില്ലെനിക്ക്. പതഞ്ജലി യോഗസൂത്രം പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് സമാധാനം തരുന്നില്ല. ശോകത്താലിഹ യോഗസംഗതി സമാധാനം തരുന്നില്ലെനിക്ക്. ഏകുന്നീല ചിദാനുഭൂതി രസം ഇന്ന് അധ്യാത്മബോധം ചിരം. ആത്മവിദ്യ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതും സമാധാനം തരുന്നില്ല. ഏകുന്നീല ചിദാനുഭൂതി രസം ഇന്ന് അധ്യാത്മബോധം ചിരം. ഹാ കഷ്ടം സുഖമല്ലതാൻ സുഖവും. കാരണം സുഖം ക്ഷണികമാണ്. ക്ഷണികമായ സുഖം സുഖമല്ല. കാരണം അത് അടുത്ത നിമിഷം നശിക്കുകയും ദുഃഖമായി മാറുകയും ചെയ്യും. അപ്പം ഹാ കഷ്ടം സുഖമല്ലതാൻ സുഖവും. ഇല്ല ഐകാന്തികം സൗഖ്യം. ഈ ലോകപ്രീതി ദശാനിബന്ധനി. ഉപാസിക്കുന്നു ദുഃഖത്തെ ഞാൻ. അതാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വീണപൂവ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ നീ. അവസാനിക്കുന്നത് എണ്ണീടുകാർക്കും ഇതുതാൻ ഗതി സാധ്യമെന്ത് കണ്ണീരിനാൽ അവനി വാഴ്വു കിനാവ് കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് കരുണയുടെ ആരംഭവും. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ ഉത്തരമധുരാപുരിക്ക് ഉത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവീഥി തൻ കിഴക്കരികിൽ സ്ഥലവും കാലഘട്ടവും സൂചിപ്പിച്ചുകൊണ്ട് കാളിമ കാളും നഭസ്സെ ഉമ്മ വയ്ക്കും വെൺമനോജ്ഞ മാളികയൊന്നിൻ്റെ തെക്കേ മലർമുറ്റത്തിൽ വ്യാളീമുഖം വെച്ചു തീർത്ത വളഞ്ഞ വാതിലാർന്ന് അകത്താളിരുന്നാൽ കാണും ചെറുമതിലിനുള്ളിൽ ചിന്നിയ പൂങ്കുലകളാം പട്ടുതൊങ്ങൽ ചൂഴുമൊരു പൊന്നശോകം വിടർത്തിയ കുടതൻ കീഴിൽ മസൃണശിലാസനത്തിൻ ചെരിഞ്ഞ പാർശ്വത്തിൽ പുഷ്പവിശ്രമര സുരഭിയാമുപധാനത്തിൽ മെല്ലയൊട്ട് ചാഞ്ഞും വക്കിൽ കസവുമിന്നും പൂവാട തെല്ലളകോപരി ഒരു വശത്താക്കിയും കല്ലൊളി വീശുന്ന കർണപൂരമാർന്നും വിടരാത്ത മുല്ലമാല മിന്നും കൂന്തൽ കരിവാർമുകിൽ ഒട്ട് കാണുമാറും അതിനടിയിൽ നൻ മൃഗമതപ്പൊട്ടിയെന്ന മുഖചന്ദ്രൻ സ്ഫുരിച്ചുകൊണ്ടും ലോലമോഹനമാം തങ്കപ്പങ്കജത്തെ വെല്ലും വലം കാല് ഇടത്തു തുടക്കാമ്പിൽ കയറ്റിവെച്ചും രാമച്ച വിശറി പനിനീരിൽ മുക്കി തോഴിയെക്കൊണ്ട് ഓമൽ കൈവള കിലുങ്ങ ഒട്ടു വീശിച്ചും കഞ്ചബാണൻ തൻ്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ജുളാങ്കിയിരിക്കുന്നു മതിമോഹിനി. ഹാ പുഷ്പമേ അധികതുങ്കപദത്തിൽ ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ നീ. എന്നിട്ട് മൂർത്തമായ സമയത്തെക്കുറിച്ച് പറയുന്നു. പടിഞ്ഞാറ് ചാഞ്ഞു സൂര്യൻ പരിരമ്യമായി മഞ്ഞയും കടും ചുവപ്പും കലർന്ന് തരുക്കളൂടെ രാജൽക്കര കേസരങ്ങൾ വീശിടുന്നു. ദൂരത്തൊരു രാജമല്ലിമരം പൂത്തുവിലസും പോലെ
സന്ധ്യയാണ്. ബോധത്തിൻ്റെ അസ്തമയ കാന്തിയിലാണ് ഇരിക്കുന്നത്, വിവേകത്തിൻ്റെ അസ്തമയ കാന്തിയിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞാൽ വരുന്നത് ഇരുട്ടാണ്. ആ സന്ധ്യ കഴിഞ്ഞാൽ വരുന്നത്. അങ്ങനെ ഇരുന്നു കൊണ്ട് പടിഞ്ഞാറു ചാഞ്ഞു സൂര്യൻ പരിരമ്യമായി മഞ്ഞയും കടും ചുവപ്പും കലർന്ന് തരുക്കളൂടെ രാജൽക്കര കേസരങ്ങൾ വീശിടുന്നു. ദൂരത്തൊരു രാജമല്ലിമരം പൂത്തു വിലസും പോലെ. രാജൽക്കരങ്ങളാണ് സൂര്യൻ്റെ. രാജൽക്കരങ്ങൾ എന്ന് പറഞ്ഞാൽ വിരാജിക്കുന്ന രശ്മികൾ എന്നാണ് അർത്ഥം. പക്ഷെ രാജശബ്ദത്തിൽ നിന്ന് അർത്ഥത്തിനപ്പുറം ഭാവപരമായ ഒരു ധ്വനി വരും. രജോ ഗുണം എന്ന ധ്വനി. രജോ ഗുണമുള്ള രശ്മികൾ എന്ന് അതിൻ്റെ വർണ്ണഭാവമായിട്ട് മഞ്ഞയും കടും ചുവപ്പും കലർന്നത് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് രജോ ഗുണം? രജോ ഗുണത്തിൽ നിന്നാണ് കാമമുണ്ടാകുന്നതെന്ന് പറയുന്നു. കാമയേവ ക്രോധയേവ രജോ ഗുണ സമുദ്ഭവ. രജോ ഗുണ സമുദ്ഭവമാണ് കാമം. കാമത്തിൻ്റെ പരിണതി എന്താണ്? കാമാത് ക്രോധോഭിജായതേ. കാമം തടസ്സപ്പെടുമ്പോൾ ക്രോധമുണ്ടാകുന്നു. ക്രോധാത് ഭവതി സമ്മോഹ. സ്ഥലവും കാലവും മറന്നു പോകുന്നു ക്രോധം ഉണ്ടാകുമ്പോൾ. സമ്മോഹാത് സ്മൃതിഭ്രംശന. അപ്പോൾ പൂർവികർ അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ള പാഠങ്ങൾ മറന്നു പോകുന്നു. സ്മൃതിഭ്രംശോ ബുദ്ധിനാശ. അപ്പോൾ ശരിയും തെറ്റും വേർതിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. സ്മൃതിഭ്രംശോ ബുദ്ധിനാശ. അപ്പോൾ എന്തു സംഭവിക്കുന്നു? ബുദ്ധിനാശാത് പ്രണശ്യതി. പ്രകർഷേണ നശിക്കുന്നു, സമഗ്രമായി നശിക്കുന്നു, മുച്ചൂടും മുടിഞ്ഞു പോകുന്നു. ഇതുതന്നെയാണ് വാസവദത്തയ്ക്കും സംഭവിക്കുന്നത്. അപ്പം രാജൽക്കര കേസരങ്ങൾ നമുക്കറിയാം, പ്രത്യുൽപാദന അവയവങ്ങളാണ് പുഷ്പത്തിൻ്റെ. അവ രാജമല്ലി മരത്തിൻ്റെ പുറത്തേക്ക് നീണ്ടു നിൽക്കും. പല പുഷ്പങ്ങളുടെയും ഗോപ്യമായിരിക്കും. വാസവദത്തയുടെ കാമം ഗൃഹനാഥന്മാരുടെയോ ഗൃഹലക്ഷ്മിമാരുടെയോ ഒന്നും കാമം പോലെ, അല്ലെങ്കിൽ കുലീന സ്ത്രീകളുടെ ഒന്നും കാമം പോലെ ഗോപ്യമല്ല. അത് രാജമല്ലിയുടെ കേസരങ്ങൾ പോലെ പൊതുവായ പരസ്യമായി നിൽക്കുന്നതാണ്. എന്നിട്ടോ കൊണ്ടൽവേണി മണി അവൾ കുതുകമാർന്ന് ഒരു മലർച്ചെണ്ട് ഒരു കരവല്ലിയാൽ ചുഴറ്റിടുന്നു. ഇളം തെന്നൽ തട്ടി മെല്ലെ ഇളകി ചെറു തരംഗച്ചുളി ചേരും മൃദു ചോല ചേലയിൽ നിന്നും വെളിയിൽ വരുമ ചാരു വാമേതര പാദാബ്ജം പൊൻതള കിലുങ്ങുമാറ് അവൾ ചലിപ്പിക്കുന്നു. എന്നിട്ടോ മറയും മലർവല്ലിയിൽ കുണ്ഠിതത്തോടെ ഇടയ്ക്കിടെ മറിമാൻമിഴി നോക്കുന്നു വെളിക്ക്. എന്നല്ല, ഇടതൂർന്ന് ഇമ കറുത്തു മിനുത്ത് ഉള്ളിൽ മദജലം പൊടിയും മോഹന നേത്രം പ്രകൃതിലോലം പിടഞ്ഞു മണ്ടി നിൽക്കുന്നു. പിടിച്ചു തൂനീർ തുളുമ്പും സ്ഫടികക്കുപ്പിയിലിട്ട പരൽമീൻ പോലെ. തുടുതുട സ്ഫുരിച്ചഴും അധര പല്ലവങ്ങൾ തൻ നടുവോളമെത്തും ഞാത്തിൻ ധവളരത്നം വിളങ്ങുന്നു മാണിക്യമായി. അവൾ ശ്വസിക്കും രാഗം താൻ വെളിയിലിങ്ങനെ ഘനീഭവിക്കും പോലെ.
നിതംബ ഗുരുതയാൽ താൻ നിലംവിടാതെ നിലംവിടാൻ കഴിയാതെ ഈ സ്ഥിതിയിൽ തങ്ങും ഈ ക്ഷോണീരംഭതാനത്രേ വാസവദത്താഖ്യായ വാരസുന്ദരി. മധുരാവാസികളിൽ അറിയാതില്ല അവളെ ആരും. ബുദ്ധ ദർശനത്തിൻ്റെ ജ്ഞാന പദ്ധതി അനുസരിച്ച് അത് വിസ്തരിച്ച് പറയാനൊന്നും നമുക്ക് സമയമില്ല. എന്നാലും ഒരു ഏകദേശ ധാരണയിൽ ബുദ്ധദർശനത്തിൻ്റെ എപ്പിസ്റ്റമോളജി അനുസരിച്ച് 5 പ്രക്രിയകൾ ചേരുമ്പോഴാണ് മനുഷ്യൻ നിലവിൽ വരുന്നത്. 5 പ്രക്രിയകൾ. ആ പ്രക്രിയകളുടെ പേര് രൂപം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം. ഇങ്ങനെ 5 എണ്ണമാണ്. ഇവയ്ക്ക് സ്കന്ധങ്ങൾ എന്നാണ് പേര്. സ്കന്ധ പഞ്ചകം എന്നും പറയും. ഇതിൽ രൂപം ഭൗതികവും മറ്റെല്ലാം മാനസിക വ്യാപാരങ്ങളായതുകൊണ്ട് അവയെ നാമം എന്നും വേർതിരിച്ച് പറഞ്ഞ് നാമരൂപസ്കന്ധം എന്നും പറയും. ഈ സ്കന്ധങ്ങളെല്ലാം തന്നെ പ്രക്രിയകളാണ്, വസ്തു അല്ല, സബ്സ്റ്റൻസ് അല്ല. രൂപം എന്ന് പറഞ്ഞാൽ വെള്ളം, വായു, അഗ്നി, ഭൂമി, ഈ 4 ഭൂതങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വസ്തുക്കളും ഇന്ദ്രിയങ്ങളും ആ വസ്തുക്കളും തമ്മിലുള്ള സമ്പർക്കത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മവും സ്ഥൂലവുമായ വ്യാപാരങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്ന മാനസിക രൂപങ്ങളും ഒക്കെ ചേർന്നതാണ് ഈ രൂപസ്കന്ധം. ആ രൂപസ്കന്ധം മനുഷ്യനിൽ ഉണ്ടാക്കുന്ന പ്രതികരണമാണ് സംവേദനം, സെൻസേഷൻ. അതിൻ്റെ സാങ്കേതിക നാമമാണ് വേദന. ഈ വേദനയ്ക്ക്, ഈ സംവേദനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ സംവേദനം അസംഘടിതമായിരിക്കും. സെൻസേഷനാണ്, അത് അസംഘടിതമായിരിക്കും. ആ അസംഘടിതമായ സെൻസേഷനെ, ആ അസംഘടിതമായ സംവേദനത്തെ സംഘടിപ്പിക്കുകയും അതിനെ നാമകരണം ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്കുള്ള സാങ്കേതിക പദമാണ് സംജ്ഞ. ഉപഗുപ്തൻ ചുടുകാട്ടിൽ വന്ന് വാസവദത്തയുടെ നെറുകയിൽ തൊടുമ്പോൾ അവൾ തൻ കെടുന്ന സംജ്ഞ വിരലാൽ ഉന്നയിച്ച ദീപം പോലൊന്ന് ഉജ്ജ്വലിക്കുന്നു എന്ന് ആശാൻ പറയുന്നുണ്ട്. സംജ്ഞയ്ക്ക് ടിപ്പണികളിലെ അർത്ഥം ബോധം എന്ന് മാത്രമാണ്. പക്ഷെ അങ്ങനെ അറിഞ്ഞാൽ പോരാത്. അപ്പം രൂപം വേദനയിലേക്ക്, സംവേദനത്തിലേക്ക്, വേദനയിലേക്ക് നയിക്കുന്നു. വേദന സംജ്ഞയിലേക്ക്. സംജ്ഞ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പെർസെപ്ഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ പെർസെപ്ഷൻ മാത്രമല്ല, അതിനെ നാമകരണം ചെയ്ത് അതിനെ നിർവചിച്ച്, അതിൻ്റെ രൂപഭാവങ്ങളെ നിർവചിക്കുന്ന ആ പ്രക്രിയയ്ക്കാണ് സംജ്ഞ എന്ന് പറയുന്നത്. പെർസെപ്ഷൻ മാത്രമല്ല. അപ്പോൾ ഈ സംജ്ഞ മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ചില പ്രതികരണങ്ങളുണ്ട്. ഈ സംജ്ഞ മനുഷ്യൻ്റെ ജന്മവാസനകളെ ഉണർത്തുന്നു. ഉണർന്ന ജന്മവാസനകൾ അഭിലാഷത്തെ ഉണർത്തുന്നു, ഇച്ഛയെ ഉണർത്തുന്നു, ആഗ്രഹത്തെ ഉണർത്തുന്നു. ഉണർന്ന ആഗ്രഹങ്ങൾ ഒരനുഭവം നേടാനാവശ്യമായ പ്രേരണ, ആവേഗം, പ്രചോദനം ഇതെല്ലാം ഉണ്ടാക്കുന്നു. ഈ പ്രേരണയും ആവേഗവും പ്രചോദനവും
വിചാരത്തിലേക്കും വാക്കിലേക്കും പ്രവൃത്തിയിലേക്കും നയിക്കുന്നു. അപ്പോൾ സംജ്ഞയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഉണരുന്ന ജന്മവാസനകൾ, ആ ജന്മവാസനകൾ ഉണർത്തുന്ന അഭിലാഷങ്ങൾ, അല്ലെങ്കിൽ ഇച്ഛകൾ, ആ അഭിലാഷങ്ങൾ ഉണർത്തുന്ന പ്രചോദനങ്ങൾ, ആവേഗങ്ങൾ, പ്രേരണകൾ, അവയുടെ ഫലമായി ഉണ്ടാകുന്ന വിചാരം, വാക്ക്, പ്രവൃത്തി, ഇതെല്ലാം കൂടി ചേർന്നതിനാണ്, ഇതിൻ്റെ എല്ലാം ആകത്തുകയ്ക്കാണ് സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരത്തിൻ്റെ ഫലമായിട്ട് നേടുന്ന അനുഭവത്തിനാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. പക്ഷെ വെറും അനുഭവം എന്ന് പറഞ്ഞാൽ പോരാ. അനുഭവം ഏകകങ്ങളായിട്ടാണ്, ക്ഷണികങ്ങളായിട്ടാണ്. അപ്പോൾ അനുഭവത്തിൻ്റെ അനുഭവ ഏകകങ്ങളുടെ ധാരയ്ക്കാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഏകകങ്ങൾക്കിടയ്ക്ക് വിച്ഛിത്തിയുണ്ട്, തമസ്ഥാനമുണ്ട്, വിടവുണ്ട് ഈ ഏകകങ്ങൾക്കിടയ്ക്ക്. ആ വിടവ് നമ്മൾ അറിയുകയില്ല. കാരണം ഈ ധാരയുടെ, ഈ അനുഭവ ഏകകങ്ങളുടെ ധാരയുടെ വേഗം കാരണം അത് നമ്മളറിയില്ല. 24 ചിത്രങ്ങൾ വേഗം ഓടിപ്പോകുമ്പോൾ അത് നമ്മൾ അറിയാത്തതുപോലെ, ചലനചിത്രം ജീവനുള്ളതുപോലെ നമുക്ക് തോന്നുന്നത് പോലെ, ഈ അനുഭവത്തിൻ്റെ ഏകകങ്ങളുടെ ധാരയ്ക്ക്, ഈ വിജ്ഞാനധാരയ്ക്ക് കണ്ടിന്യൂറ്റി ഉണ്ട്, നൈരന്തര്യമുണ്ട്, പരസ്പര ബന്ധവും ലയവുമുണ്ട്, യൂണിറ്റി ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. ആ തോന്നലിനെയാണ് നമ്മൾ സെൽഫ്, ആത്മാവ് എന്നൊക്കെ വിളിക്കുന്നതെന്നാണ് ബുദ്ധദർശനം പറയുന്നത്. പക്ഷേ ആ അനുഭവങ്ങളുടെ ഏകകങ്ങൾക്കിടയ്ക്ക് വിടവുകളുണ്ട്. ആ അനുഭവങ്ങൾ ക്ഷണികങ്ങളാണ്. ക്ഷണികമായ അനുഭവങ്ങളുടെ ധാരയാണ് വിജ്ഞാനം. അപ്പോൾ അതുകൊണ്ട് ഈ രൂപസ്കന്ധമാകട്ടെ, അതായത് ദ്രവ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ദ്രവ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളിൽ നിന്ന് ഇന്ദ്രിയങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സ് നിർമ്മിക്കുന്ന രൂപങ്ങൾ, ഇവയൊക്കെ തന്നെ സ്ഥിരമോ ഖരമോ ഒന്നുമല്ല. നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം അതൊരു പ്രവാഹമാണ്, പ്രക്രിയയാണ്. അത് ഓരോ ക്ഷണത്തിലും ജനിക്കുകയും മരിക്കുകയും ഉണ്ടാവുകയും ഇല്ലാതാവുകയും ആവിർഭവിക്കുകയും തിരോഭവിക്കുകയും ചെയ്യുന്ന പ്രതിഭാസങ്ങളുടെ ധാരയാണ്. അതിനിടയ്ക്ക് വിച്ഛിത്തിയുണ്ട്. ആശാൻ തന്നെ പറയും, ജ്ഞാനം താൻ ക്ഷണവൃത്തി, ബുദ്ധി ഇമ വെട്ടുമ്പോൾ ഇടയ്ക്ക് ആ തമസ്ഥാനം കാണുന്നില്ല. എന്തുകൊണ്ട്? അലാതവലയത്തോടൊത്ത വേഗത്തിനാൽ വേഗത്തിൽ ചുഴറ്റുമ്പോൾ ആ വേഗം കൊണ്ട് തീക്കൊള്ളിയിരിക്കുന്ന ഓരോ സ്ഥാനത്തിനും ഇടയ്ക്കുള്ള ഇരുട്ട് നമ്മൾ കാണാത്തതുപോലെ, ഒറ്റ യൂണിറ്റി അതിനുണ്ടെന്ന് തോന്നുന്നത് പോലെയാണ് നമ്മുടെ അനുഭവത്തിൻ്റെ നൈരന്തര്യവും തുടർച്ചയും എന്ന് ബുദ്ധദർശനം പറയും. അപ്പോൾ നമ്മൾ കണ്ട വാസവദത്ത ഈ രൂപസ്കന്ധത്തിൽ പെടുന്നു. അത് പറയാനാണ് ഞാൻ ഇത്രയും വിസ്തരിച്ച് പറഞ്ഞത്. അപ്പോൾ ആ രൂപസ്കന്ധം മാത്രമാണ് നമ്മൾ അറിയുന്നത് എപ്പിസ്റ്റമോളജിക്കലി. നമുക്കതേ അറിയാവൂ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന പ്രത്യക്ഷം ആണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത തലത്തിലാണ് ഈ സംവേദനത്തിൻ്റെയും അല്ലെങ്കിൽ വേദനയുടെയും ആ വേദനകളെ അല്ലെങ്കിൽ സംവേദനങ്ങളെ സംഘടിപ്പിച്ച് ഉണ്ടാക്കുന്ന കോഗ്നിറ്റീവ് ഫോർമേഷൻ, കോഗ്നിറ്റീവ് ഫ്രെയിംവർക്കിൻ്റെയും ഒക്കെ തലങ്ങൾ വരുന്നത്. അതെങ്ങനെയാണ്? അപ്പോൾ ഈ അവസ്ഥയിൽ ഇങ്ങനെ സന്ധിക്ക് ഇരിക്കുമ്പോഴാണ് തോഴി വരുന്നത്. ഉടനെ വാസവദത്ത ചോദിക്കുകയാണ്,
ഫലിച്ചിതോ സഖി നിന്റെ പ്രയത്നവല്ലരി, രസം കലർന്നിതോ ഫലം ചൊൽക കനിയായതോ. എനിക്ക് സന്ദേഹമില്ല ഇക്കുറി, ഓർക്കിൽ ആ പുമാൻ മനുഷ്യനാണല്ലോ, നീയും ചതുരയല്ലോ എന്ന്. അപ്പോൾ ഈ തോഴി വരുമ്പോൾ സംജ്ഞ ഉണരുകയാണ്. ഉപഗുപ്തൻ്റെ പേരും ഉപഗുപ്തൻ എന്ന ഇന്ദ്രിയ അനുഭവവും ഉണരുകയാണ്, രൂപവും. അപ്പോഴാണ് ചോദിക്കുന്നത്. തോഴി പറയുന്നു, സമയമായില്ലെന്നു താൻ ഇപ്പോഴും സ്വാമിനി, അവൻ വിമനസ്സായുരയ്ക്കുന്നു വിഷമം എന്നാണ്. ഉടനെ ചൊടിച്ച് കയ്യിലുള്ള കളിച്ചണ്ട് വലിച്ചെറിഞ്ഞിട്ട് പരിഭവിക്കുകയാണ് വാസവദത്ത. സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമ എൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി. പിന്നെ ഒട്ടു സ്വഗതമായും ഒട്ടു തോഴിയോടായും പറയുകയാണ്, കാട് ചൊല്ലുന്നതാം എന്നെ കബളിപ്പിക്കുവാൻ കയ്യിലോടുമേന്തി നടക്കും ഈ ഉൽപ്പല ബാണൻ. പണമില്ലാഞ്ഞുതാൻ വരാതിരിക്കയാവാം ആ സാധു, ഗണികയായി തന്നെ എന്നെ ഗണിക്കയാവാം. ഗുണബുദ്ധിയാൽ ഞാൻ തോഴി കൊതിപ്പത കോമളൻ്റെ പ്രണയം മാത്രമാണെന്ന് പറഞ്ഞില്ലേ നീ. ഗുണബുദ്ധി എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളിൽ സത്വഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും വിന്യാസം, ആ വിന്യാസത്തിൻ്റെ ക്രമം, ഏറ്റക്കുറച്ചിലുകൾ, ഇതൊക്കെ അറിയാനുള്ള കഴിവാണ് ഗുണബുദ്ധി. അപ്പോൾ ഉപഗുപ്തനിൽ സത്വഗുണം തിരിച്ചറിയാനും അവൻ്റെ പ്രണയം മാത്രം മതി എന്ന് തീരുമാനിക്കാനുമുള്ള ബുദ്ധി എനിക്കുണ്ടെന്നാണ് പറയുന്നത്. ഗുണബുദ്ധിയാൽ ഞാൻ തോഴി കൊതിപ്പത കോമളൻ്റെ പ്രണയം മാത്രമാണെന്ന് പറഞ്ഞില്ലേ നീ. വശംബത സുഖ ഞാൻ, ഈ വശക്കേട് എനിക്ക് വരാൻ വശമില്ല, എന്നാലും വന്നത് അയുക്തമല്ല. വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം അശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാൺകിൽ കൊതിയാം ആർക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞത് എന്താ? പ്രണയം മാത്രം ആണെന്നാണ് പറഞ്ഞത് ആവശ്യം. പക്ഷെ ഇപ്പോൾ പറയുന്നത് ഉപഗുപ്തനെ താനൊരു വിശിഷ്ട ഭോജ്യമായിട്ടാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. അതാണ് ഒരു പ്രധാന വൈരുദ്ധ്യം. ആത്മസംഘർഷത്തിൻ്റെ പ്രഭവം ആ വൈരുദ്ധ്യമാണ് വാസവദത്തയുടെ. എന്നിട്ടോ, അനുരക്തരഹോ ധനപതികൾ നിത്യം എൻ കാലിൽ കനകാഭിഷേകം ചെയ്തു തൊഴുതാൽ പോലും കനിഞ്ഞൊന്ന് കടാക്ഷിക്കാൻ മടിക്കും കണ്ണുകൾ, കൊച്ചുമുനിയെ കാണുവാൻ മുട്ടി ഉഴറുന്നല്ലോ. കമനീയ കായകാന്തി കലരും ജനം, ഇങ്ങനെ കമനീ വിമുഖമായാൽ കഠിനമല്ലേ. കമനീയ കായകാന്തിയാണ്, രൂപം ആണ്. അത് പ്രണയം മാത്രമാണെന്ന് പറഞ്ഞതാണ് നേരത്തെ. പക്ഷെ ഇപ്പോൾ പറയുന്നു കമനീയ കായകാന്തി ആണ് തന്നെ ആകർഷിക്കുന്നതെന്ന്. ആ കമനീയ കായകാന്തി ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ശ്രദ്ധിക്കില്ലായിരുന്നു. കമനീയ കായകാന്തി കലരും ജനം, ഇങ്ങനെ കമനീ വിമുഖമായാൽ കഠിനമല്ലേ. എന്നിട്ട് തോഴിയോട് ചോദിക്കുകയാണ്, അനുനയം ചൊൽവാൻ ചെവി തരുന്നുണ്ടോ സഖി? അവന് അനുരാഗാങ്കുരം വാക്കിൽ സ്ഫുരിക്കുന്നുണ്ടോ? വിവിക്ത ദേശത്തിൽ തന്നെ വചിച്ചതോ ദൗത്യം? എൻ്റെ വിവക്ഷിതം അറിഞ്ഞെല്ലാം പറഞ്ഞില്ലേ നീ. കാമശാസ്ത്രത്തിൽ പറയുന്നു, രതി ദൗത്യം നിർവഹിക്കുന്നവർ
ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് വേണം പറയാൻ. കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അപമാന ഭയം കൊണ്ട് ആ ആൾ ചിലപ്പോൾ അനുകൂലമായി പ്രതികരിച്ചില്ല എന്ന് വരും. അപ്പോൾ വിവിക്ത ദേശത്തിൽ ആരുമില്ലാത്തിടത്ത് വെച്ച് എൻ്റെ ദൗത്യം പറഞ്ഞില്ലേ, വിവിക്ത ദേശത്തിൽ തന്നെ വചിച്ചിതോ ദൗത്യം. ചിലപ്പോൾ സന്യാസി ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ പ്രത്യക്ഷമായിട്ട് പറയാൻ മടിയുണ്ടാകും, അല്ലെങ്കിൽ ഭിക്ഷു ആയതുകൊണ്ട്. അപ്പോൾ അനുനയം ചൊൽവാൻ ചെവി തരുന്നുണ്ടോ, അവന് താല്പര്യമുണ്ടെങ്കിൽ അവൻ ശ്രദ്ധിക്കും. ചെവി തരുന്നുണ്ടോ സഖി, അവൻ അനുരാഗ അങ്കുരം വാക്കിൽ സ്ഫുരിക്കുന്നുണ്ടോ, ആ വാക്ക് പറയുമ്പോൾ അതിന് ഒരു മൃദുത്വവും എന്തെങ്കിലും ഒരു അനുകൂല ഭാവവും അതിൽ നിന്ന് സ്ഫുരിക്കുന്നുണ്ടോ. അത് പ്രത്യക്ഷത്തിൽ നിഷേധിച്ചാലും പരോക്ഷമായി സ്ഥൂലത്തിൽ നിഷേധിച്ചാലും സൂക്ഷ്മത്തിൽ അവന് തന്നോടുള്ള അഭിനിവേശമുണ്ടോ എന്നറിയാൻ ചോദ്യം ചെയ്യുകയാണ് തോഴിയെ. എന്നിട്ട് പറയാണ്, യതിമര്യാദയിൽ തന്നെ അവൻ ഓർക്കിൽ ക്ഷണിക്കുമെൻ സദനത്തിൽ വന്ന് ഭിക്ഷ ഗ്രഹിക്കാമല്ലോ. ഇനി അവന് താല്പര്യമില്ലെന്നിരിക്കട്ടെ, അവന് വന്ന് എൻ സദനത്തിൽ ഭിക്ഷ ഗ്രഹിക്കാമല്ലോ. അത് ചെയ്യുമായിരുന്നാൽ അത്രമാത്രമായി മിഴിക്ക് ആ മധുരാകൃതിയെ നോക്കി ലയിക്കാമല്ലോ, നയനഭോഗം നടത്താമല്ലോ എന്നാണ് പറയുന്നത്. നേരത്തെ എന്താ പറഞ്ഞത്? പ്രണയം മാത്രം മതി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് തനിക്ക് നയനഭോഗം നടത്താനായി അവൻ തൻ്റെ ഭിക്ഷ യാചിച്ചാണെങ്കിലും തൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ, യതിമര്യാദയിൽ തന്നെ അവൻ ഓർക്കിൽ ക്ഷണിക്കുമെൻ സദനത്തിൽ വന്ന് ഭിക്ഷ ഗ്രഹിക്കാമല്ലോ. അത് ചെയ്യുമായിരുന്നാൽ അത്രമാത്രമായി മിഴിക്ക് ആ മധുരാകൃതിയെ നോക്കി ലയിക്കാമല്ലോ. ഇന്ദ്രിയ സന്നികർഷം എന്ന് വേദാന്തികളൊക്കെ പറയും. അപ്പോൾ അപ്പോഴും രൂപസ്കന്ധമാണ് പ്രവർത്തിക്കുന്നത്. ആ രൂപം തന്നെയാണ് അവളിൽ ഈ ആവേഗം, ഈ സംസ്കാരം ഉണർത്തുന്നത്. ആ രൂപസ്കന്ധത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ സംജ്ഞ ഉപഗുപ്തൻ്റെ പേരാണ് അവളിൽ ഈ ആവേഗവും പ്രേരണയും പ്രചോദനവും എല്ലാം ഉണ്ടാക്കുന്നത്. അവയുടെ ലക്ഷ്യം കാണാത്തത് കൊണ്ടാണ് സംഘർഷം, ആത്മസംഘർഷമുണ്ടാകുന്നത്. എന്നിട്ട് ആ ആത്മസംഘർഷത്തിൻ്റെ ഫലമായി നൈരാശ്യമുണ്ടായി. ആ നൈരാശ്യം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അർത്ഥഭാണ്ഡങ്ങൾ തൻ കനം കുറഞ്ഞു പോകുന്നു തോഴി, ഈ തനുകാന്തി തൻ വില ഇടിഞ്ഞിടുന്നു. വ്യർത്ഥമായി തോന്നുന്നു കഷ്ടം അവൻ കാണാതെ എനിക്കുള്ള നൃത്തഗീതാദികളിലെ നൈപുണി പോലും. ഒരു സ്ത്രീയുടെ മനസ്സിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ പ്രതികരണങ്ങളാണ്. ചിലപ്പോൾ ഈ കോളേജിലൊക്കെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ നോക്കുന്നത് കാണാം, ഒരാളവിടെ ഉണ്ടോ എന്ന്. അർത്ഥഭാണ്ഡങ്ങൾ തൻ കനം കുറഞ്ഞു പോകുന്നു തോഴി, ഈ തനുകാന്തി തൻ വില ഇടിഞ്ഞിടുന്നു. വ്യർത്ഥമായി തോന്നുന്നു കഷ്ടം അവൻ കാണാതെ എനിക്കുള്ള നൃത്തഗീതാദികളിലെ നൈപുണി പോലും. അവളുടെ നൃത്തത്തിനും ഗീതത്തിനും വേണ്ടി ലോകം കാത്തു നിൽക്കുകയാണ്. അനുരക്തരഹോ ധനപതികൾ നിത്യമൻ കാലിൽ കനകാഭിഷേകം ചെയ്ത് നിൽക്കുകയാണ്. ആ നൃത്തവും ഗീതവും ആസ്വദിക്കാൻ. പക്ഷേ അർത്ഥഭാണ്ഡങ്ങൾ തൻ കനം കുറഞ്ഞു പോകുന്നു തോഴി, തനുകാന്തി തൻ വില ഇടിഞ്ഞിടുന്നു. വ്യർത്ഥമായി തോന്നുന്നു കഷ്ടം അവൻ കാണാതെ എനിക്കുള്ള നൃത്തഗീതാദികളിലെ നൈപുണി പോലും. ഈ പ്രപഞ്ചത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള അറിവ്, ആത്യന്തികമായ അറിവ് നേടാൻ ബുദ്ധദർശനം ആശ്രയിക്കുന്ന ഉപകരണങ്ങൾ പ്രത്യക്ഷവും അനുമാനവുമാണ്. പെർസെപ്ഷനും കമ്പാരിസണുമാണ്. പെർസെപ്ഷനും ഇൻഫറൻസുമാണ്.
പെർസെപ്ഷനും ഇൻഫറൻസും, പ്രത്യക്ഷവും അനുമാനവും വെച്ചാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ആത്യന്തികമായ സത്യം എന്ത് എന്ന് ബുദ്ധൻ നിരീക്ഷിക്കുന്നത്. ആ നിരീക്ഷണത്തിൻ്റെ പേരാണ് ത്രിലക്ഷണ. അനാത്മ, ഒന്നിനും ആത്മാവില്ല, ഒന്നിനും സത്തയില്ല. കാരണം പ്രത്യക്ഷം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പ്രത്യക്ഷത്തെ ആശ്രയിച്ചുണ്ടാകുന്ന അറിവും ക്ഷണികമായിരിക്കും. കാരണം നമ്മൾ അറിവിനു വേണ്ടി ആശ്രയിക്കുന്ന ഉപകരണത്തിൻ്റെ സ്വഭാവം അറിവിനെ നിർണയിക്കും. അപ്പോൾ ക്ഷണികമായ ഒരു ഉപകരണത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മളൊരു അറിവുണ്ടാക്കുകയാണെങ്കിൽ ആ അറിവിൻ്റെ സ്വഭാവവും ക്ഷണികമായിരിക്കും. അപ്പോൾ അങ്ങനെ പ്രത്യക്ഷത്തെയും അനുമാനത്തെയും പെർസെപ്ഷനെയും ഇൻഫറൻസിനെയും ആശ്രയിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം നിർണയിക്കുകയാണെങ്കിൽ ആത്യന്തികമായിട്ട് ഒന്നിനും സത്തയില്ല എന്നും ഒന്നും നിത്യമല്ല എന്നും, നിത്യമല്ലാത്തത് കൊണ്ട് തന്നെ, നിത്യമായ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ സുഖം എന്ന ഒന്ന് ആത്യന്തികമായി ഇല്ല എന്നുമുള്ള നിഗമനങ്ങളിൽ എത്തും. അതാണ് ബുദ്ധൻ എത്തിച്ചേരുന്നത്. അനത്ത, അനിച്ച, ദുഃഖ എന്ന് പാലിയിലും, അനിത്യം, അനാത്മം, ദുഃഖം എന്ന് സംസ്കൃതത്തിലും പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വികസിച്ച ബുദ്ധദർശനം പ്രപഞ്ചത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് സർവം ക്ഷണികം, സർവം പ്രതീതി, സർവം ശൂന്യം, സർവം നിരാത്മം എന്ന നിഗമനത്തിലെത്തുന്നത്. സർവം ക്ഷണികം, കാലം എന്ന് പറഞ്ഞൊന്നില്ല, ക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. ഓരോ ക്ഷണത്തിലും ഈ പ്രപഞ്ചം ഉണ്ടാവുകയും ഈ പ്രപഞ്ചം ഇല്ലാതാവുകയും ചെയ്യുന്നു. അടുത്ത ക്ഷണത്തിൽ അത് വീണ്ടും ഉണ്ടാകുന്നു. അപ്പോൾ ഇല്ലാതാകുന്ന ആ ക്ഷണം അടുത്ത ക്ഷണത്തിന് കാരണമാകുന്നു. അങ്ങനെ എപ്പോഴും കാരണം നശിക്കുകയും കാരണത്തെ ആശ്രയിച്ച് ഒരു കാര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ കാര്യം നശിക്കുമ്പോൾ അത് അടുത്ത ക്ഷണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷനാണ്, പ്രതീത്യ സമുത്പാദമാണ്. അങ്ങനെ ഈ ഓരോ ക്ഷണങ്ങൾക്കിടയിലുള്ള ആ തമസ്ഥാനം കാണുവതില്ല അലാതവലയത്തോടൊത്ത വേഗത്തിനാൽ ആ ക്ഷണങ്ങൾ തമ്മിലുള്ള അത് കാണുന്നില്ല. അപ്പോൾ വാസവദത്തയുടെ ആ ആവിഷ്കൃതമായ ഈ സൗന്ദര്യം സ്ഥിരവും ശാശ്വതവും അനശ്വരവും ആണ് എന്ന തെറ്റിദ്ധാരണ വാസവദത്തയ്ക്കുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം വാസവദത്തയ്ക്ക് അറിഞ്ഞുകൂടാ. ഉപഗുപ്തന് അതറിയാം. മറവിൽ കിടക്കും ജന്മമൃതികാരണങ്ങൾ പോലും അറിയും സൂക്ഷ്മദൃക്കാകും ആർഹതനവൻ എന്നാണ് ആശാൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്ഥിരം എന്നപ്പോൾ ഈ സംവിധാനത്തെ, ഈ മേശയെ എങ്ങനെ ഒരു അണുസംഘാതമായി, ആറ്റങ്ങളുടെ സംഘാതമായിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ ആയിട്ട് അവയുടെ എപ്പോഴും ചലിക്കുന്ന സംവിധാനമായിട്ട് ഒരു ശാസ്ത്രജ്ഞന് കാണാൻ കഴിയുന്നുവോ, അതുപോലെ ഈ പ്രപഞ്ചത്തെ ബുദ്ധൻ ക്ഷണവും കണവുമായിട്ട് കാണുന്നു. ഓരോ ക്ഷണത്തിനും ഓരോ കണത്തിനും ഇടയിൽ ഉള്ള ഡിസ്കണ്ടിന്യൂറ്റി കാണുന്നു. ആ ഡിസ്കണ്ടിന്യൂറ്റി അറിയാവുന്ന ആളാണ് ഉപഗുപ്തൻ, അറിയാത്ത ആളാണ് വാസവദത്ത. കരുണ എന്ന് പറയുന്നത് 4 ബ്രഹ്മവിഹാരങ്ങളിലൊന്നാണ് ബുദ്ധദർശനത്തിൽ. ദിവ്യമായ ജീവിതം എന്നാണ് ബ്രഹ്മവിഹാരം എന്ന് പറഞ്ഞാൽ അർത്ഥം. കരുണ, മുദിത, മൈത്രി, അങ്ങനെ ഉപേക്ഷ, ഇങ്ങനെ 4 എണ്ണം. അപ്പോൾ അതിൽ കരുണ എന്ന് നമ്മൾ വിദേശികളുമൊക്കെ കമ്പാഷൻ എന്ന നിലയിലാണ് പറയുന്നത്.
കമ്പാഷൻ അതിലുണ്ട് തീർച്ചയായിട്ടും. മേഴ്സി എന്ന നിലയിലും പറയാറുണ്ട്, പിറ്റി എന്ന നിലയിലൊക്കെ പറയാറുണ്ട്. പക്ഷേ ശരിക്കും ഉള്ള അർത്ഥം ഈ പ്രപഞ്ചത്തിൻ്റെ ആത്യന്തിക സ്വഭാവത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക്, അതായത് സർവം ക്ഷണികമെന്നും സർവം പ്രതീതിയെന്നും സർവം ശൂന്യമെന്നും സർവം നിരാത്മമെന്നും അതിനാൽ സർവം ദുഃഖമെന്നും അറിയുന്ന ഒരാൾക്ക്, അതറിയാതെ ഈ പ്രപഞ്ചത്തിൽ സുഖം സ്ഥിരമായിരിക്കുമെന്നും സ്ഥിരമായിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന തൃഷ്ണാമഗ്നനായ ഒരാളോട് തോന്നുന്ന ഒരാളോടുള്ള സമീപനത്തിൻ്റെ പേരാണ് കരുണ. അത് അറിവുള്ള ആൾക്ക് അറിവില്ലാത്ത ആളോട്, പ്രപഞ്ചത്തിൻ്റെ ആത്യന്തിക സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്ന ഒരാൾക്ക് അറിയാത്ത ഒരാളോടുള്ള സമീപനത്തിൻ്റെ പേരാണ് തത്വശാസ്ത്രപരമായി കരുണ. അപ്പം അത് പ്രയോഗിക്കുമ്പോഴാണ്, അത് കർമ്മത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് ഒരു ബോധിസത്വൻ ഉണ്ടാകുന്നത്. ആർഹതനും ബോധിസത്വനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉപഗുപ്തനെ ആർഹതൻ എന്നാണ് ആശാൻ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ഉപഗുപ്തൻ ചെയ്യുന്ന പ്രവൃത്തി ബോധിസത്വൻ്റെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ബോധിസത്വൻ എന്ന വാക്കേ ആശാൻ ഇതിൽ ഉപയോഗിക്കാതെ ആർഹതൻ എന്നുപയോഗിക്കുന്നത്? അത് മഹായാന മാർഗത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ബോധിസത്വൻ. ആശാനെ സംബന്ധിച്ചിടത്തോളം അത് ആ പദം വേണ്ട, മഹായാന ബുദ്ധിസത്തെ അംഗീകരിക്കേണ്ട, പകരം സിലോണിലൊക്കെ വ്യാപിച്ചിട്ടുള്ള ഥേരവാദത്തെ അല്ലെങ്കിൽ ഹീനയാനത്തെ സ്വീകരിച്ചാൽ മതി എന്ന് തീരുമാനിച്ചിട്ട് ആർഹതൻ എന്ന വാക്ക് ഉപയോഗിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ബോധിസത്വൻ്റെയാണ്. എന്താണ് ആർഹതനും ബോധിസത്വനും തമ്മിലുള്ള വ്യത്യാസം? ആർഹതൻ സ്വന്തം നിർവ്വാണത്തിനു വേണ്ടി പ്രയത്നിക്കുന്നു. ബോധിസത്വൻ മറ്റുള്ളവരുടെ നിർവ്വാണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും നിർവ്വാണം ലഭിക്കാതെ തനിക്ക് നിർവ്വാണം വേണ്ട എന്ന് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ തനിക്ക് നിർവ്വാണം സാധ്യമല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ഗുണം ബോധിസത്വനിൽ നിന്നെടുത്ത് ഈ ഹീനയാന ബുദ്ധമതക്കാരനായ ആർഹതനിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് കുമാരനാശാൻ. കാരണം ബോധിസത്വൻ്റെ അടിസ്ഥാന സ്വഭാവം സേവനമാണ്. മറ്റൊരാളെ ശരി പരദുഃഖ ശമനമോർത്തല്ലോ മുറ്റും ശരണത്രയീ ധനന്മാർ ഭിക്ഷ തെണ്ടുന്നു, തിരഞ്ഞ് രക്ഷ നൽകുന്ന ദേവതകളല്ലോ സാക്ഷാൽ ധരണിയിൽ നടക്കുമീ ധർമ്മദൂതന്മാർ എന്നത് ബോധിസത്വന്മാരെക്കുറിച്ചുള്ള വിവരണമാണ്, ആർഹതന്മാരെക്കുറിച്ചുള്ളതല്ല. പക്ഷേ ബോധിസത്വൻ്റെ ഗുണം ആർഹതനിൽ അദ്ദേഹം സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഉപഗുപ്തൻ നിർവചിച്ചിരിക്കുന്നത്. ഒരു ബോധിസത്വ പ്രവൃത്തി കർമ്മം ചെയ്യുന്നവനാണ് ആയിട്ടാണ്. അതിന് കാരണം ആശാൻ്റെ ശൈവ സ്വാധീനമാണ്. അവർ സേവനത്തെ, ശൈവസിദ്ധന്മാർ, ശൈവ സൈദ്ധാന്തികർ, ശൈവ അദ്വൈതികൾ ഒക്കെ സേവനത്തെ അവരുടെ അവരുടെ ധർമ്മശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ടത് സേവനമാണ്. അത് നാരായണഗുരു ഉൾക്കൊണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുമാരനാശാനും ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സൈദ്ധാന്തികർ സേവനത്തെ പ്രധാനമായി കരുതുന്നത്? അൻപേ ശിവം എന്നാണ് തിരുമൂലർ പറഞ്ഞിരിക്കുന്നത്. സ്നേഹമാണ് ഈശ്വരൻ. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ ബുദ്ധി തേടുന്നു, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം എന്നീ വാക്കുകൾ ബുദ്ധനെ കൊണ്ട് ആശാൻ പറയിപ്പിച്ച് ഇരിക്കുകയാണെങ്കിലും ആ വാക്കുകൾ ശൈവ സൈദ്ധാന്തികരുടേതാണ്, ബുദ്ധൻ്റേതല്ല.
അപ്പോൾ അൻപേ ശിവം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, സ്നേഹമാണ് ഈശ്വരൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സേവനം തങ്ങളുടെ ജീവിതചര്യയുടെ, തങ്ങളുടെ എത്തിക്സിൻ്റെ കർമ്മമാർഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ശൈവ സൈദ്ധാന്തികരുടെ ഗുണങ്ങൾ കൂടി ഈ ആർഹതനിൽ അദ്ദേഹം ലയിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നിർത്തിയത് വാസവദത്ത ഇരിക്കുന്ന സ്ഥലത്താണ്, നിരാശയായി ഇരിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം വീണ്ടും. അപ്പോൾ തോഴി ഇത് നിരീക്ഷിച്ചു, വാസവദത്തയുടെ ഈ നൈരാശ്യം. എന്നിട്ട് പറയാണ്, കുലനയവിരുദ്ധമായി കൊഴുക്കും ഈ പ്രണയത്തിൻ നില നായികയിൽ കണ്ട് ഹസിച്ചു ദൂതി. ചലത് അളകാഞ്ചലയായി ചാപലമിതരുതെന്ന് തല വിലങ്ങനെ ആട്ടി തിരസ്കരിച്ചു. കുലനയവിരുദ്ധമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗണികാവൃത്തി വാസവദത്തയുടെ കുലനയമാണ്. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിലെ കുലത്തൊഴിലുകൾ നിർണയിച്ചിട്ടുള്ളതിൽ ഒരു കുലത്തൊഴിൽ ചെയ്യുന്ന ആളാണ് വാസവദത്ത. കുലനയമാണത്. അതന്നത്തെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജാതി വ്യവസ്ഥയിൽ ഒന്നാണത്. വള്ളത്തോളിൻ്റെ കൊച്ചു സീതയിലെ മുത്തശ്ശി കൊച്ചുമകളോട് പറഞ്ഞു കൊടുക്കും, എന്താണ്, നമ്മൾക്ക് രണ്ടാണ് ജീവിതവൃത്തികൾ, നന്മയ്ക്കു കോവിലിൽ പോയി നൃത്തമാടലും പുമ്മാനസങ്ങളെ നൃത്തമാടിക്കലും. നന്മയ്ക്കു കോവിലിൽ പോയി നൃത്തമാടലും പുമ്മാനസങ്ങളെ നൃത്തമാടിക്കലും, അതാണ് നമ്മുടെ ജീവിതവൃത്തി എന്നാണ് വള്ളത്തോളിൻ്റെ മുത്തശ്ശി കൊച്ചുമകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ മധ്യകാല തലമുറ പുതിയ കാലത്തോട് പറയുന്നത്. അപ്പോൾ കുലനയമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അവളോട് പറയുന്നത്, അബദ്ധത്തിൽ, കവി തന്നെ നേരിട്ട് വന്ന് പറയുകയാണ്, അബദ്ധത്തിൽ നായികയെ നയിക്കും കുട്ടിനി. ആ കുട്ടിനി എന്ന പദമൊക്കെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ഉണ്ടായ ഒരു പ്രത്യേക കൃതിയുടെ പേര് കുട്ടിനി മതം എന്നാണ്. അബദ്ധത്തിൽ നായികയെ നയിക്കും കുട്ടിനി മതി, ഉപദേശ സംരംഭം നീ ഉരയാടേണ്ട. മടയരില്ല ലോകത്തിൽ മുറയുരയ്ക്കാത്തതായി, പടുപാട്ടൊന്ന് പാടാത്ത കഴുതയില്ല. കൊലയും കൊള്ളയും കൂടി കുലനയം ആയാൽ നലമെന്നോതുന്ന നീതി നുണതാൻ നൂനം എന്നാണ്. കൊലയും കൊള്ളയും കൂടി കുല പരമ്പരയായാൽ നലമെന്നു ചൊല്ലും നീതി നുണതാൻ. നല്ലതോ ചീത്തയോ എന്ന് നോക്കാതെ കുലധർമ്മം, കുലത്തൊഴിൽ എല്ലാവരും ചെയ്യണം എന്നാണ് ബ്രാഹ്മണ മതത്തിൻ്റെ, പൂർവമീമാംസയുടെ പിന്തുടർച്ചക്കാരായ ബ്രാഹ്മണരുടെ മതത്തിൻ്റെ, ജാതി വ്യവസ്ഥയുടെയൊക്കെ തീരുമാനം. അത് നുണയാണെന്നാണ് പറയുന്നത്. എപ്പോൾ കണ്ടീഷണലാണ് സ്റ്റേറ്റ്മെൻറ്റ്. വിളയും സുഖദുഃഖങ്ങൾ വിതയ്ക്കും നന്മതിന്മതൻ ഫലം എന്ന ബോധം പൊരുളാണെങ്കിലാണ്. ധർമ്മപദം തുടങ്ങുന്നത് തന്നെ അതാണ്. മനുഷ്യൻ്റെ കർമ്മത്തിൻ്റെ ഫലം കാളവണ്ടിയുടെ ചക്രം പോലെ അവനെ പിന്തുടരും എന്നാണ്. കർമ്മം കാരണവും ഫലം കാര്യവുമാണെന്നാണ്. അപ്പോൾ കാരണമുണ്ടായാൽ കാര്യം ഉണ്ടായിരിക്കും. കാരണത്തിൻ്റെ സ്വഭാവം തന്നെയായിരിക്കും കാര്യത്തിനും. മത്ത കുത്തിയാൽ കുമ്പളം ഉണ്ടാവില്ല. അപ്പോൾ കാരണം വിത്താണ്. അപ്പോൾ കർമ്മത്തിൻ്റെ സ്വഭാവം കർമ്മത്തിൻ്റെ ഫലത്തിലും ഉണ്ടാകും. ദുഃഖകാരണമാണ് കാരണമെങ്കിൽ ഫലവും ദുഃഖമായിരിക്കും. ആ ദുഃഖം കാളവണ്ടിയുടെ ചക്രം പോലെ കർമ്മത്തെ പിന്തുടരും എന്നാണ് ബുദ്ധൻ പറയുന്നത്. അപ്പോൾ വിളയും സുഖദുഃഖങ്ങൾ വിതയ്ക്കും നന്മതിന്മതൻ ഫലമായിട്ടെന്ന ബോധം പൊരുളാണെങ്കിൽ കൊലയും കൊള്ളയും കൂടി കുല പരമ്പരയായാൽ നലമെന്ന് ചൊല്ലും നീതി, അത് ബ്രാഹ്മണ മതത്തിൻ്റെ നീതിയാണ്. അതിനെയാണ് കുമാരനാശാൻ തരുണീ പാദജ ഗർഹിണീ ശ്രുതി, സ്ത്രീയെയും
അന്ത്യജന്മാരെയും ഗ്രഹണം ചെയ്യുന്ന ശ്രുതി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വേദത്തിലെ ഉപനിഷത് ഭാഗം, അദ്വൈത ഭാഗം അംഗീകരിക്കുന്ന, സ്വീകരിക്കുന്ന, അതിൽ വിശ്വസിക്കുന്ന കുമാരനാശാൻ ചാതുർവർണ്ണ്യത്തെയോ ജാതി വ്യവസ്ഥയോയോ കുലത്തൊഴിലിനെയോ ഒന്നും അംഗീകരിക്കുന്നില്ല. അതെല്ലാം നുണയാണെന്നാണ്. നുണ എന്ന് പറഞ്ഞാൽ അസത്യമായ കാര്യങ്ങളാണതെല്ലാം. അവിടെ സാമൂഹ്യ ജീവിതത്തിൽ, മെറ്റാഫിസിക്സിൽ അദ്വൈത വേദാന്തമാണ് അദ്ദേഹം അംഗീകരിക്കുന്നത്. സാമൂഹ്യ ജീവിതത്തിൽ അദ്ദേഹം ബുദ്ധൻ്റെ സമത്വ ദർശനമാണ് അംഗീകരിക്കുന്നത്. അത് രണ്ടിനെയും സമന്വയിപ്പിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ബുദ്ധൻ്റെ നൈരാജ്ഞവാദത്തെ, ശൂന്യവാദത്തെ, ക്ഷണികവാദത്തെ, പ്രതീതിവാദത്തെ ഒന്നും അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അത് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. എന്തിന്? നമ്മളിൽ പലർക്കും ഈ നിർവ്വാണവും മോക്ഷവും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞുകൂടാ. കുമാരനാശാനെ അറിയാം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിർവ്വാണം സർവനാശമാണ്, ശൂന്യമാണ് എന്ന്. മോക്ഷം സമഗ്രമായ അനുഭവമാണ്, പൂർണ്ണതയുടെ അനുഭവമാണ്. എല്ലാ അനുഭവങ്ങളുടെയും അഭാവമാണ് നിർവ്വാണം. ഘടകവിരുദ്ധമാണ്. പക്ഷെ നമ്മളിൽ പലരും ധരിച്ചിട്ടുള്ളത് മോക്ഷവും നിർവ്വാണവും ഒന്ന് തന്നെയാണെന്നാണ്. അതിന് മെറ്റാഫിസിക്സ് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അത് പഠിച്ചാൽ അത് വ്യത്യാസം മനസ്സിലാവും. മോക്ഷം എന്നത് പൂർണ്ണതയുടെ അനുഭവമാണ്. അത് അദ്വൈത വേദാന്തത്തിൻ്റെ കർമ്മ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യമാണ്. അത് പുരുഷാർത്ഥങ്ങളിൽ ഒന്നാണ്. 4 പുരുഷാർത്ഥങ്ങൾ, 2 ലക്ഷ്യങ്ങളും 2 മാർഗങ്ങളും. കാമവും മോക്ഷവുമാണ് ഘടകവിരുദ്ധമായ 2 പുരുഷാർത്ഥങ്ങൾ. അതാണ് 2 ജീവിത ലക്ഷ്യങ്ങൾ, വ്യത്യസ്തമായ 2 ലക്ഷ്യങ്ങൾ മനുഷ്യന് സാധ്യമായത്. ഭൗതികമായ പൂർണ്ണതയും ആത്മീയമായ പൂർണ്ണതയും എന്നാണ് വേദാന്തം പറയുന്നത്. അതിന് ഈ ഭൗതികമായ പൂർണ്ണതയുടെ പ്രശ്നം അത് ക്ഷണികമാണെന്നുള്ളതാണ്, നശ്വരമാണെന്നുള്ളതാണ്, അനിത്യമാണെന്നുള്ളതാണ്. അങ്ങോട്ടുള്ള മാർഗം അർത്ഥമാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ ദ്രവ്യങ്ങളും മാനസികമായി ഉണ്ടാകുന്ന സകല രൂപങ്ങളും എല്ലാം പെടും. ഭാവിയെക്കുറിച്ചുള്ള, ഭാവിയിലെ ഇന്ദ്രിയ സുഖങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങൾ പോലും അർത്ഥം എന്ന ഇതിൽപ്പെടും. വിഭവങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനം. ആശാനിതിൽ പിന്നീട് പറയും, ഇതിനാൽ കണ്ടതില്ലേ നീ വിഭവത്തിൻ ചലത്വവും രതിസമാന രൂപത്തിൻ റിക്തതയും നീ, പിന്നീട് പറയും. അപ്പോൾ അങ്ങനെ ഈ അർത്ഥം എന്ന കാറ്റഗറി, അതിൽ വിഭവങ്ങളാണ്, ദ്രവ്യമാണ്. അത് ദ്രവ്യവും പദാർത്ഥവും മാത്രമല്ല, മാറ്റർ മൈൻഡ് എന്നുള്ള വിഭജനമൊന്നും ബുദ്ധദർശനത്തിലും ഇല്ല, അദ്വൈത വേദാന്തത്തിലും ഇല്ല. ഇപ്പം നേരത്തെ പറഞ്ഞ 5 സ്കന്ധങ്ങൾ പോലെ അദ്വൈത വേദാന്തത്തിനുമുണ്ട് എപ്പിസ്റ്റമോളജിയിൽ 5 കോശങ്ങൾ. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ കോശങ്ങളുടെ ഈ സ്കന്ധം പ്രക്രിയയിലും, ഓരോ സ്കന്ധ പ്രക്രിയയിലും ഓരോ യൂണിറ്റുകൾക്കും തമ്മിൽ കണ്ടിന്യൂറ്റി ഇല്ല, യൂണിറ്റി ഇല്ല. പക്ഷെ അതിനിടയ്ക്ക് വിടവുണ്ട്, തമസ്ഥാനമുണ്ട്. അന്നമയ കോശവും പ്രാണമയ കോശവും മനോമയ കോശവും വിജ്ഞാനമയ കോശവും ആനന്ദമയ കോശവും തമ്മിലുള്ളത് അഭിന്നതയാണ്. അവ 5ഉം തമ്മിൽ യൂണിറ്റി ഉണ്ട്, അഭിന്നമാണ്. അതാണ് എപ്പിസ്റ്റമോളജിക്കൽ ഡിഫറൻസ് ബേസിക്കായിട്ടുള്ളത്. ഘടകവിരുദ്ധമാണ് 2ഉം. അപ്പോൾ അങ്ങനെ ഈ വാസവദത്തെ സംബന്ധിച്ചിടത്തോളം വാസവദത്ത ധരിക്കുന്നത്, ഉപഗുപ്തനെ സംബന്ധിച്ചിടത്തോളം വാസവദത്ത ഇപ്പം എന്താണ്, വാസവദത്ത എന്തുകൊണ്ടാണ് വരാതിരിക്കുന്നത്? അതിന് കാരണം പിന്നീട് പറയുന്നുണ്ട്.
കുശലമാർഗങ്ങൾ അന്ന് കേൾക്കുമായിരുന്നില്ല നീ. കാരണം സുഖത്തിലിരിക്കുകയാണ്. ലോകഭോഗങ്ങൾ പ്രതിനവരസങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രതിനവരസങ്ങളായ ലോകഭോഗങ്ങളിൽ മുഴുകിക്കഴിയുന്ന ഒരാൾ തത്വജ്ഞാനം കേൾക്കാൻ തയ്യാറാവുകയില്ല. അയാളുടെ ധാരണ ആ സുഖങ്ങൾ സ്ഥിരമാണ് എന്നാണ്. ക്ഷണികമാണ് എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കില്ല. അയാൾക്കതറിയാൻ കഴിയില്ല. പക്ഷെ ആ ക്ഷണികത അനുഭവത്തിൽ വന്നപ്പോഴാണ് അവൾ ആ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. വിശസനം സുഖികളെ വിജ്ഞരാക്കുന്നു. ദുഃഖം, ഒരു കാര്യം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നമ്മുടേതായിരുന്നില്ല, അല്ലെങ്കിൽ അത് ക്ഷണികമായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ കാമത്തെയാണ്, അതായത് സ്ഥിരമല്ലാത്ത ഒന്നിനെയാണ് വാസവദത്ത ഉപാസിച്ചിരുന്നത്. ഇന്ദ്രിയ സുഖത്തെ. അപ്പോൾ ധനം മാത്രമല്ല, ഭൗതികമായ ദ്രവ്യങ്ങൾ മാത്രമല്ല, അധികാരവും അർത്ഥമാണ്. അതുകൊണ്ടാണ് അധികാരം നേടാനും അത് നിലനിർത്താനും അധികാരികൾ അസത്യത്തെ ആശ്രയിക്കുന്നത്, അധർമ്മത്തെ ആശ്രയിക്കുന്നത്. ഇപ്പം പാണ്ഡവർ ധർമ്മത്തിലൂടെയാണോ അധികാരം നേടിയത്? അല്ല, അധർമ്മത്തിലൂടെയാണ്. കൗരവരുടെ ധർമ്മം സ്ഥൂലമാണ്, പ്രത്യക്ഷമാണ്. കൗരവരുടെ അധർമ്മം പ്രത്യക്ഷമാണ്, പാണ്ഡവരുടെ അധർമ്മം സൂക്ഷ്മത്തിലാണ്. അത് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അധികാരം വേണമായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ വഴി ഞാൻ പറഞ്ഞു തന്നു, അത് അധർമ്മമാണ്. പക്ഷെ നിങ്ങൾ ധർമ്മിഷ്ഠരായിരുന്നെങ്കിൽ അധികാരം വേണ്ടെന്ന് വയ്ക്കുമായിരുന്നു, നിങ്ങളത് ചെയ്തില്ല. അപ്പോൾ അധികാരം വേണമെങ്കിൽ അധർമ്മത്തിൻ്റെയും അസത്യത്തിൻ്റെയും വഴി തേടിയേ ഒക്കൂ. അധികാരം അർത്ഥത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അപ്പോൾ ഈ വ്യത്യാസം, ഈ ക്ഷണികമായതിനെ തിരിച്ച് വേദാന്തികൾ അതിനെ നിത്യ അനിത്യ വസ്തു വിവേകം എന്ന് പറയും. നിത്യവസ്തു ഏത്, അനിത്യവസ്തു ഏത് എന്ന് തിരിച്ചറിയുന്ന. ബുദ്ധ ദർശനത്തിൽ അങ്ങനെ ഒരു നിത്യവസ്തു ഇല്ല. കാരണം ബുദ്ധൻ നിരീക്ഷിച്ച് കണ്ടെത്തിയത് സർവം അനിത്യം എന്നാണ്, സർവം ക്ഷണികമെന്നാണ്, സർവം ശൂന്യമെന്നാണ്, ഒന്നിനും സത്തയില്ല എന്നാണ്, സർവം പ്രതീതി എന്നാണ്. ആ ഫിനോമിനോളജിയിൽ നിന്നുള്ള വ്യത്യാസം അതാണ്. ഈ ബുദ്ധൻ്റെ പ്രതീതിയാണ്, ആധാരമില്ലാത്ത അനുഭവമാണ്, അൺറിയലാണ്. ഒരു നിമിഷം നശിച്ച് അടുത്ത നിമിഷമുണ്ടായി, അടുത്ത നിമിഷം നശിച്ച് അടുത്ത നിമിഷമുണ്ടായി, അങ്ങനെ പ്രവഹിക്കുന്ന ആദിമധ്യാന്തങ്ങളില്ലാത്ത ഈ പ്രവാഹമായ ഈ പ്രപഞ്ചത്തെ വേഗം കാരണം നമുക്ക് സ്ഥിരമായിട്ട് തോന്നുന്നു, ഖരമായിട്ട് തോന്നുന്നു. ഇറ്റ്സ് എ ഫ്ലക്സ്. അപ്പോൾ അതറിയാവുന്നത് കൊണ്ട് ഉപഗുപ്തൻ വന്നില്ല. പക്ഷേ അർത്ഥത്തിലുള്ള വാസവദത്തയുടെ ഗ്രിപ്പ് പോകുന്നില്ല. കാരണം അവളിങ്ങനെ പരിഭവിച്ചും ദുഃഖിച്ചും ഇരിക്കുമ്പോഴാണ്. അപ്പോൾ തോഴി പറഞ്ഞത് കുലനയ വിരുദ്ധമായി കൊഴുക്കും ഈ പ്രണയത്തിൻ നില നായികയിൽ കണ്ട് ഹസിച്ചു ദൂതി എന്നാണ്. കുമാരനാശാൻ അതിനോടുള്ള പ്രതികരണമാണ് ഈ കുലനയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ്. അദ്ദേഹം നേരിട്ട് വന്നത് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ധനദുർദേവതയ്ക്ക് എന്നും ത്രപവിട്ടഹോ മോഹത്താൽ തനതങ്കം ഹോമിക്കും ഈ തയ്യലാൾക്കുള്ളിൽ അനവദ്യ സുഖതമാം അനുരാഗ അങ്കുരം വരാ തനിയെ പിന്നതു വന്നാൽ വരമല്ലല്ലി കതിരവനുടെ ചെറുകിരണവും കാമ്യമല്ലി അതിമാത്രം ഇരുൾ തങ്ങും അന്ധകൂപത്തിൽ എന്നാണ്. പക്ഷെ വാസവദത്ത അപ്പോൾ ഈ ചെട്ടിയാർ വന്നു എന്ന് അറിയിച്ചപ്പോൾ ചെട്ടിയാരെ സുഭകൻ എന്നല്ല, സുഭകം മന്യൻ എന്നാണ് ആശാൻ വിശേഷിപ്പിക്കുന്നത്. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വലിയ സർവാഭരണ വിഭൂഷിതനായി ഇങ്ങനെ
വന്നിറങ്ങുന്ന, അലങ്കൃതമായ രഥത്തിൽ വന്നിറങ്ങുന്ന ചെട്ടിയാർ സുഭഗം മന്യനാണ്, സുഭഗനല്ല. സുഭഗനാണെന്ന് തോന്നിപ്പിക്കുന്ന ആൾ, അല്ലെങ്കിൽ അഭിമാനിക്കുന്ന ആളാണ്. അയാൾ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇതെല്ലാം അവസാനിച്ചു. ഉപഗുപ്തൻ്റെ സ്മരണയും പോയി, അതെല്ലാം പോയി. കാരണം അവിടെയാണ് ആ കഴിഞ്ഞ നിമിഷവും ഈ നിമിഷവും തമ്മിൽ ബന്ധമില്ല. കഴിഞ്ഞ ക്ഷണത്തിലെ വാസവദത്തെ അല്ല ഈ ക്ഷണത്തിലെ വാസവദത്ത. ആ രണ്ട് ക്ഷണങ്ങൾക്കിടയിൽ തമോഗർത്തമുണ്ട്. ആശാൻ സൂചിപ്പിക്കുന്ന ആ അതിമാത്രം ഇരുൾ തിങ്ങും അന്ധകൂപമുണ്ട്. ആ പ്രണയിനിയായിരുന്ന വാസവദത്ത ആ നിമിഷത്തിൽ മരിക്കുകയും അടുത്ത ക്ഷണത്തിൽ, ബുദ്ധദർശനം അനുസരിച്ച് തന്നെ അടുത്ത ക്ഷണത്തിൽ മറ്റൊരു വാസവദത്ത, ഗണികയായ വാസവദത്ത ജനിക്കുകയും ചെയ്തു. എന്തു ചെയ്തു? പരിച്ഛദമൊക്കെ ഏന്തി പുറകെ നടന്നു ചെല്ലും പരിചാരിക ആകുന്ന നിഴലുമായി കരപറ്റി നിന്ന് പിന്നെ കുണുങ്ങി തൻ കുളത്തിലേക്ക് അരയന്നപ്പിട പോലെ നടന്നുപോയി. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ആശാനെപ്പോലെ ഒരാൾക്ക് കരപറ്റി നിന്ന് പിന്നെ കുണുങ്ങി തൻ സരസിലേക്ക് അരയന്നപ്പിട പോലെ നടന്നുപോയി എന്ന് എഴുതാൻ പാടുണ്ടായിട്ടാണോ കുളത്തിലേക്കെന്ന് എഴുതിയത് എന്ന് വളരെ പണ്ട് കവിത എഴുതാൻ പരിശീലനം നടക്കുമ്പോൾ മഹാകവികളുടെ കവിതയൊക്കെ എടുത്ത് വെച്ച് വാക്കുകൾ മാറ്റി നോക്കും. വേറെ വാക്ക് മാഷ്കാർ അറിയാതെ അങ്ങനെ പരിശീലിച്ചു നോക്കും, ഇങ്ങനെ വേറെ വാക്ക് വയ്ക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി, സരസ്സെന്ന് വെച്ചുകൂടെ? അരയന്നം സരസിലേക്കല്ലേ പോവുക? അല്ല, അവരുടെ അപ്പോഴത്തെ ജീവിതത്തെയാണ്. അതിനെ സരസ് എന്ന വിശുദ്ധ പദം കൊണ്ട് വിശേഷിപ്പിക്കാൻ വയ്യ. കുളം എന്നേ പറയാൻ പറ്റൂ. അനേകം പേര് കുളിച്ച് ആ അഴുക്ക് മുഴുവൻ നിറഞ്ഞ കുളമാണത് അവരുടെ ജീവിതം. അതിലേക്ക് അരയന്നം പോലെ ഒരു സൗന്ദര്യ രൂപം പോകുമ്പോഴുള്ള വൈരുദ്ധ്യം, വൈകൃതം, ഇതൊക്കെയാണ് ആശാന് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അരയന്നം പിട പോലെ കുളത്തിലേക്ക് നടന്നുപോയി എന്നാണ്. നമ്മൾ വാസവദത്തെ ഇരിക്കുന്നത് കണ്ടത് സന്ധ്യയ്ക്കാണ്. പടിഞ്ഞാറ് ചാഞ്ഞു സൂര്യൻ. പിന്നെ വാസവദത്തെ അവതരിപ്പിക്കുന്നത് ചുടുകാട്ടിലാണ്. കരചരണ ശ്രവണ നാസികകൾ മുറിച്ച് ഭൂനരകമാം ചുടുകാട്ടിൽ നടുവിൽ തള്ളി എന്നാണ്. കരചരണ ശ്രവണ നാസികകൾ മുറിച്ച്, കൈയും കാലും ചെവിയും മൂക്കുമൊക്കെ മുറിച്ച് കളഞ്ഞ് എവിടെ? ഭൂനരകമാം ചുടുകാട്ടിൻ നടുവിൽ തള്ളി. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. അവിടെയാണ് അവതരിപ്പിക്കുന്നത്. ആ ചുടുകാടൊക്കെ അവതരിപ്പിക്കുമ്പോൾ പക്ഷെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കാലം പിന്നെയും കഴിഞ്ഞു, കഥകൾ നിറഞ്ഞ മാസം 4 പോയി, നഭസിൽ കാറൊഴിയാറായി എന്നാണ്. വാസവദത്തെ ഇരിക്കുമ്പോൾ പറയുന്നത് കാളിമ കാളും നഭസ്സേ എന്നാണ്. കാമത്തിൻ്റെ, ലോഭത്തിൻ്റെ, മതത്തിൻ്റെ, രതിരോഷമോഹങ്ങളുടെയൊക്കെ കാളിമ നിറഞ്ഞ നഭസ്സാണ്, ബോധനഭസ്സാണ് ആദ്യം. ഇവിടെ നഭസിൽ കാറൊഴിയാറായി എന്നാണ്. ഒഴിഞ്ഞിട്ടില്ല, ഉപഗുപ്തൻ വന്നിട്ടില്ല. അതുകൊണ്ട് വാസവദത്തയുടെ ബോധനഭസിലെ കാറുകളൊന്നും ഒഴിഞ്ഞിട്ടില്ല, ഒഴിയാറായിട്ടേ ഉള്ളൂ. കാലം പിന്നെയും കഴിഞ്ഞു, കഥകൾ നിറഞ്ഞ മാസം 4 പോയി, നഭസിൽ കാറൊഴിയാറായി. ഇളം മഞ്ഞ വെയിൽ തട്ടി നിറം മാറി നീലവിണ്ണിൽ വിളങ്ങുന്ന വെൺമുകിലിൻ നിരകണക്കെ ആണ് യമുനയുടെ പുളിനങ്ങൾ കാണുന്നത്. ഇളം മഞ്ഞ വെയിൽ തട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ബുദ്ധഭിക്ഷുവിൻ്റെ വേഷം ഓർക്കും. ഇളം മഞ്ഞ വെയിൽ തട്ടി നിറം മാറി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് ഇളം മഞ്ഞ വെയിൽ തട്ടി നിറം മാറി എന്ന് പറയുമ്പോൾ വാസവദത്തയുടെ ആധ്യാത്മികമായ മാറ്റത്തിൻ്റെ ഒരു ധ്വനി കൂടി അതിൽ നിന്ന് നമുക്ക് കിട്ടും. അങ്ങനെ അവിടെയാണ് പിന്നെ രംഗം. നെടിയ ശാഖകൾ
നെടിയ ശാഖകൾ വിണ്ണിൽ നിവർന്ന് ഇലയും വിടപങ്ങളും ചുരുങ്ങി വികൃതമായി ചടുലദലങ്ങളിലും ശൃംഗഭാഗത്തിലും വെയിൽ തടവി ചുമന്ന് കാറ്റിലിളകി മെല്ലെ വലിയൊരശ്വത്ഥം, ആ അശ്വത്ഥത്തെ വർണ്ണിച്ചുകൊണ്ടാണ്. അത് തലയിൽ തീകാളും നെടും ചുടലഭൂതം പോലെ നിൽക്കുന്നതായിട്ടാണ് അശ്വത്ഥം. നെടിയ ശാഖകൾ വിണ്ണിൽ നിവർന്ന് ഇലയും വിടപങ്ങളും ചുരുങ്ങി വികൃതമായി നടുവിൽ അങ്ങു നിൽക്കുന്നു വലിയൊരു അശ്വത്ഥം. മൂത്ത് തടികൾ തേഞ്ഞും തൊലികൾ പൊതിഞ്ഞു വീർത്തും ചടുലദലങ്ങളിലും ശൃംഗഭാഗത്തിലും വെയിൽ തടവി ചുവന്ന് കാറ്റിലിളകി മെല്ലെ തടിയൻ അരയാലത്. തലയിൽ തീകാളും നെടും ചുടലഭൂതം കണക്കെ ചലിച്ചു നിൽപ്പൂ. ഈ അശ്വത്ഥം ഭാരതീയ സംസ്കാരത്തിലെ ബൗദ്ധ സംസ്കാരത്തിലെയും വൈദിക സംസ്കാരത്തിലെയും ഒക്കെ ഒരു പ്രധാന ബിംബമാണ്. ഉപനിഷത്തുകളിലും അതിനെ ഊർധ്വമൂലം അധശാഖം എന്നൊക്കെ പറഞ്ഞ് ഗീതയിലും എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ആശാൻ തന്നെ മറ്റൊരു വൃക്ഷം കാണിച്ചു തന്നിട്ടുണ്ട്. ഭൂരിശാഖാഗ്രത്താൽ വിണ്ണും വേടിൻ ചാർത്താൽ പാരും വ്യാപിച്ച് പടർന്നു നിൽക്കും പേരാൽ മരമാണത്. ആയതിൻ പത്രത്തിൻ ചാരു തണലാർന്ന ചില്ലതോറും ഘോരാതപം ഭയപ്പെട്ട് ഏറെ പക്ഷികൾ സ്വൈരം ശരണം അണഞ്ഞിരിപ്പു എന്ന് ചണ്ഡാല ഭിക്ഷുകിയുടെ ആരംഭത്തിൽ ഒരു വലിയ ആൽവൃക്ഷത്തെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ അതല്ല, ഇവിടെ നെടും ചുടലഭൂതം, തലയിൽ തീകാളും നെടും ചുടലഭൂതം പോലെ നിൽക്കുന്ന മൂത്ത് തടികൾ തേഞ്ഞും തൊലികൾ പൊതിഞ്ഞു വീർത്തും നിൽക്കുന്ന ഇടുങ്ങിയ മാളങ്ങളിൽ ഇഴഞ്ഞേറും പാമ്പുകൾ പോൽ വിടവു തോറും പിണഞ്ഞ വേരുകളോടും കൂടി നിൽക്കുന്ന അശ്വത്ഥമാണ്. അവിടെയാണ് അതിൻ്റെ ആൽത്തറയിലാണ് വാസവദത്തെ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ആദ്യം അവതരിപ്പിച്ചത് ഒരു അശോകവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ്. രണ്ട് വൃക്ഷങ്ങളാണ്. നെടും ചുടലഭൂതം പോലെ നിൽക്കുന്ന ഈ വൃക്ഷവും ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ആദ്യം അവതരിപ്പിക്കുന്നത് അശോകവൃക്ഷത്തിൻ്റെ താഴെയാണ്. ചിന്നിയ പൂങ്കുലകളാം പട്ടുതൊങ്ങൽ ചൂഴുമൊരു പൊന്നശോകം വിടർത്തിയ കുടതൻ കീഴിൽ മസൃണശിലാസനത്തിൽ ഇരിക്കുന്നതായിട്ടാണ്. അതിലൊരു ഐറണിയുണ്ട്. കാരണം നമ്മുടെ ഭാരതീയ മനസ്സിൽ അശോകവനത്തിൽ ഇരിക്കുന്നത് സത്യത്തിൽ സീതയാണ്. അപ്പോൾ രതിരോഷമോഹങ്ങളാകുന്ന രാവണനാൽ അപഹൃതയായ വാസവദത്തയുടെ ഉള്ളിൽ സീതയെപ്പോലെ പരിശുദ്ധയായ ഒരു സ്വത്വമുണ്ട് എന്നാണ്. നിയതം സ്നേഹയോഗ്യനീ എന്ന് പിന്നീട് വിശേഷിപ്പിക്കുന്നുണ്ട്. അവളുടെ ഉള്ളിൽ അനവദ്യ സുഖതമാം അനുരാഗ അങ്കുരം വന്നു എന്നും ആശാൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ രണ്ട് വൃക്ഷങ്ങളാണ് ഇത് അവതരിപ്പിച്ചിട്ട് പിന്നെ പറയുന്നത് എന്താണ്? ഒരു തോഴി അവിടെ ഇരുന്ന് കരയാണ്. കരവല്ലി ഒന്നിൽ ഏന്തിയുള്ള ഒരരയാൽ ചില്ല ആട്ടിയും അശ്രു വർഷിച്ചു. കരവല്ലി ഒന്നിൽ കാകതർജനത്തിനേന്തിയുള്ള ഒരരയാൽ ചില്ല ആട്ടിയും. കാരണം വാസവദത്തയുടെ വെട്ടിമുറിച്ചിട്ടിരിക്കുന്ന ഈ ശരീരം കൊത്താൻ കാക്കകൾ പാഞ്ഞു വരികയാണ്. അത് ഓടിക്കാനിരിക്കുകയാണ് തോഴി. കരവല്ലി ഒന്നിൽ കാകതർജനത്തിന് ഏന്തിയുള്ള ഒരരയാൽ ചില്ല ആട്ടിയും അശ്രു വർഷിച്ചും ഇരിക്കുകയാണ്. ആദ്യം എന്താണ് കണ്ടത്? രാമച്ച വിശറി പനിനീരിൽ മുക്കി തോഴിയെക്കൊണ്ട് ഓമൽ കൈവള കിലുങ്ങ ഒട്ട് വീശിച്ചു ഇരിക്കുന്നതാണ്. ഇവിടെ ഇതാ കാക്കയാട്ടുകയാണ് അരയാൽ ചില്ല വച്ചിട്ട്. ഇത് ഭീകരം. കരചരണ ശ്രവണ നാസികകൾ മുറിച്ച്
ഭൂനരകമാം ചുടുകാട്ടിൽ തള്ളിയിരിക്കുകയാണ് വാസവദത്തെ. ഈ ചുടുകാടിനെ വലിയൊരു ആധ്യാത്മിക ബിംബമായിട്ടാണ് ആശാൻ 2019 എഴുതുന്ന പ്രരോദനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കഷ്ടം സ്ഥാനവലിപ്പമോ പ്രഭുതയോ സജ്ജാതിയോ വംശമോ ദുഷ്ടശ്രീ തനുധാടിയോ ചെറുതുമിങ്ങോരില്ല ഘോരാനലൻ സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പുക്കസ്തമിക്കുന്നതിങ്ങ് ഇഷ്ടന്മാർ പിരിയുന്നുഹ ഇവിടമാണ് അധ്യാത്മവിദ്യാലയം. ഒരു അധ്യാത്മവിദ്യാലയമായിട്ടാണ് കാണുന്നത്. പണ്ട് ഉത്തരേന്ത്യയിൽ കാശിക്ക് അടുത്തുള്ള ഒരു ശ്മശാനത്തിൽ വെച്ചൊരു അഘോരിയെ പരിചയപ്പെട്ടു. അദ്ദേഹം വിദേശത്ത് നിന്ന് അമേരിക്കയിൽ നിന്ന് MBA ഒക്കെ എടുത്ത ഒരാളാണ്. പക്ഷെ അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അവിടെ അഘോരിയായിട്ട് അവിടെ ശ്മശാനവാസിയായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഒരു ദ്വിഭാഷി വഴി ഞാൻ ചോദിച്ചു എന്താണ്. അപ്പം അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇവിടെയാണ് എത്തേണ്ടത്, ഞാനിത്തിരി നേരത്തെ വന്നു എന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ ശ്മശാനത്തെ അധ്യാത്മവിദ്യാലയമായി കാണുന്ന ഒരു അഘോരികളുടെ ഒരു വലിയ പാരമ്പര്യമുണ്ട്, ആധ്യാത്മിക പാരമ്പര്യമുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ വാസവദത്തെ പോലെ ലോകഭോഗങ്ങളിൽ മുഴുകിക്കിടക്കുന്ന നമ്മുടെ ചേതനയ്ക്ക് ഒരു ആധ്യാത്മിക ഉപദേശം നൽകാൻ പറ്റിയ സ്ഥലം ഈ ശ്മശാനമാണെന്ന് കുമാരനാശാൻ കണ്ടെത്തുകയാണ്. അവിടെ തോഴി കരഞ്ഞുകൊണ്ടിങ്ങനെ കരവല്ലി ഒന്നിൽ കാകതർജനത്തിനേന്തിയുള്ള ഒരരയാൽ ചില്ല ആട്ടിയും അശ്രു വർഷിച്ചും ഇരിക്കുമ്പോൾ അരികിൽ കാണുന്നു ചേലച്ചീന്തിനാൽ മറഞ്ഞ് നാൽപ്പാമരം അരിഞ്ഞു കൂട്ടിയ മാതിരി ഏതോ, എന്താണെന്ന് വ്യക്തമല്ല. അതുമല്ല അവൾ തൻ മുൻപിൽ ആൽത്തറമേൽ നീണ്ട് രൂപവിധുരമാമൊരു പിണ്ഡം വസ്ത്രവിദ്ധമായി, വസ്ത്രം കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. ഇത് രൂപവിധുരമായി, രൂപം വികലമായിപ്പോയി, അങ്ങനെ ഒരു പിണ്ഡം കിടക്കുകയാണ്. പിന്നെ അങ്ങനെ രുധിരാക്തമായി വിൽപ്പാനിറക്കിയിട്ട കുങ്കുമപ്പൊതി പോലെ കിടക്കുന്നു പുതച്ചുമൂടിയെന്നാണ്. വിൽപ്പാനിട്ട കുങ്കുമപ്പൊതി പോലെ, അതിലൊരു കുത്തുണ്ട്. വാസവദത്ത ശരീരം വിറ്റിരുന്നവളാണ്. സ്മരദീപിക എന്നൊരു കാമശാസ്ത്ര ഗ്രന്ഥമുണ്ടത്രേ. അതിൽ ലോകവശ്യത്തിന് വേണ്ടി, ലോകത്തെ വശീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്രിയാവസ്തുവാണ് കുങ്കുമം. അങ്ങനെ വിശ്വമോഹനമായ ഒരു രൂപമാണ് ചോരയിൽ കുളിച്ച് കിടക്കുന്നത്. അത് കാണുമ്പോൾ ആശാൻ ഉപയോഗിക്കുന്ന ഉപമ ഇതാണ്. അത്രയും സുന്ദരമായൊരു ഉപമയാണ്. വിൽപ്പാനിറക്കിയിട്ട കുങ്കുമപ്പൊതി പോലെ കിടക്കുന്നു എന്നാണ്. കാമോദ്ദീപകമാ. ആ സമയത്തും കവിത കവിയെ ഒറ്റുകൊടുക്കും. നല്ല കവിത, സ്വദേശ കവിതയല്ല. സ്വദേശ കവിത കവിയുടെ നിയന്ത്രണത്തിലാണ്. അല്ലാത്ത കവിത കവിയെ ഒറ്റുകൊടുക്കും. ഒരു പക്ഷേ, ഞാൻ തീർത്തു പറയില്ല, ആശാൻ്റെ ചേതനയിൽ ജീവനിൽ ഇഴുകിപ്പിടിച്ച തീവ്രമായ കാമമാകാം അങ്ങനെ ഒരു ഉപമയിലേക്ക് ആശാനെ എത്തിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ അത്തരം നിഗൂഢമായ ചിത്തവൃത്തികൾ കവിതയിൽ നിരീക്ഷിച്ചത് കൊണ്ടാകാം ചിലർ ആശാന് ശവഭോഗ ആസക്തിയുണ്ട് എന്ന് നിരീക്ഷിച്ചത്. അങ്ങനെ ഒരു പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും റിക്തമായി വിൽപ്പനയ്ക്കായി ഇറക്കിയിട്ട കുങ്കുമപ്പൊതി പോലെ കിടക്കുന്നു പുതച്ചുമൂടിയെന്ന്. റിക്തമായി വിൽപ്പാൻ ഇറക്കിയിട്ട കുങ്കുമപ്പൊതി പോലെ കിടക്കുന്നു. ലോക വശ്യത്തിന് വേണ്ടിയുള്ള ക്രിയാവസ്തു പോലെ കിടക്കുന്നു എന്നാണ് ആ കിടപ്പിലും. ഇത് ഭീകരം.
അവിടേക്കാണ് ഉപഗുപ്തൻ വരുന്നത്. ഭാനുമാനിൽ നിന്ന്, ബുദ്ധനിൽ നിന്ന്, സൂര്യനിൽ നിന്ന് കടപൊട്ടിപ്പറന്നെത്തും കതിരുപോലെ വരുന്നത്. വന്ന് അദ്ദേഹം ചോദിക്കുന്നു, വാസവദത്തതാനോ ഈ വിപന്നമാം പ്രിയജനം, നീ സദയം ചൊൽക ഭദ്രേ, ഉപഗുപ്തൻ ഞാൻ. ആ ഉപഗുപ്തൻ എന്ന വാക്ക്, ആ സംജ്ഞ, സാങ്കേതികമായി പറഞ്ഞാൽ ആ സംജ്ഞ ഈ കിടക്കുന്ന, വെട്ടിയരിഞ്ഞു കിടക്കുന്ന വാസവദത്തയുടെ സംസ്കാരത്തെ ഉണർത്തുകയാണ്. എന്താണ് ആ സംസ്കാരം? അതാദ്യം പറയുന്നുണ്ട്, രക്തമെല്ലാം ഒഴുകിപ്പോയി, ക്ഷയിച്ചു ശക്തി, സിരകൾ റിക്തമായി, റിക്തമായി എന്ന് പറഞ്ഞാൽ ശൂന്യമായി, സിരകൾ റിക്തമായി, പ്രാണപാശം അറുമാറായി, അക്കിടപ്പിലും അവളാ യുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിടുന്നു തല, രാഗവൈഭവം കണ്ടോ. അഥവാ അവൾക്കെഴും ഈ ഭാവബന്ധ ബലത്തിനാൽ ശിഥിലമായ തൽപ്രാണൻ തങ്ങി നിൽപ്പതാ. യഥാർത്ഥത്തിൽ അത്രയും നേരം ചോര വാർന്ന് കിടന്നാൽ ആൾ മരിച്ചു പോകും. പക്ഷെ ഒരു ഈസ്തറ്റിക് കോണ്ടെക്സ്റ്റിൽ നമ്മളത് അംഗീകരിക്കും. ആ അസത്യത്തെ, ആ അയഥാർത്ഥത്തെ യഥാർത്ഥത്തിനേക്കാൾ വലിയ സൂക്ഷ്മമായ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അംഗീകരിക്കും. അതാണ് കവിതയുടെ മാന്ത്രിക വിദ്യ. അവിടെ അരിഞ്ഞിട്ടിരിക്കുകയാണ്, സൗന്ദര്യത്തെ അപഗ്രഥിച്ച് നോക്കുകയാണ്. മൈലാഞ്ചിയിട്ട് ചുവന്ന വീണമീട്ടിയ തഴമ്പുള്ള ആ വിരലുകളാണോ, ഹേമപുഷ്പം പോലെ വെട്ടി അരിഞ്ഞിട്ടിരിക്കുന്ന വിരലുകളാണോ, അല്ലെങ്കിൽ ആ കൈകളാണോ, ആ കൈകളിലാണോ സൗന്ദര്യം? നൃത്തമാടി അയവാർന്ന നെരിയാണിയുള്ള കോലരക്കിൻ്റെ ചാറ് പുരണ്ട വെട്ടി അരിഞ്ഞിട്ടിട്ടുള്ള ചോര പാടുകളുള്ള ആ കാലുകളിലാണോ സൗന്ദര്യം? മൂക്കിലാണോ ആ ധവളരത്നം, അവൾ ശ്വസിക്കും രാഗം പോലെ ഘനീഭവിച്ചിരുന്ന ആ മൂക്കുത്തിയിട്ട മൂക്കിലാണോ സൗന്ദര്യം? കർണാഭരണങ്ങൾ, കല്ലൊളി വീശുന്ന കർണപൂരമിട്ട ചെവി ഛേദിക്കപ്പെട്ട് കിടക്കുകയാണ്, അതിലാണോ സൗന്ദര്യം? അപഗ്രഥിച്ച് നോക്കുകയാണ്, രൂപത്തിലാണോ സൗന്ദര്യമെന്ന്. അപ്പോൾ സൗന്ദര്യം അതിലൊന്നുമല്ല. സൗന്ദര്യം ആ ജീവനിലാണ്, ആ പ്രാണനിലാണ്. ആ പ്രാണപാശം അറുമാറായി കിടക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അന്തിമമാം മണം അർപ്പിച്ചടിവാൻ മലർ കാക്കില്ലേ ഗന്ധവാഹനെ, രഹസ്യം ആർക്കറിയാവൂ. മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക്, മനസ്സിന്, ബുദ്ധിക്ക്, എല്ലാ ഉപകരണങ്ങൾക്കും അതിനപ്പുറം അറിയാനുള്ള കഴിവില്ല. രഹസ്യം ആർക്കറിയാവൂ? അജ്ഞേയതയിലാണ് എത്തുന്നത്. കാരണം ആ രഹസ്യം, ഈ ജന്മമൃതികളുടെ രഹസ്യം അറിയാനുള്ള ഉപകരണം മനുഷ്യനില്ല. ആകെ അനുമാനിക്കാനേ പറ്റൂ. ആ അനുമാനത്തിനെത്താവുന്നതിനും അപ്പുറത്താണ് അതിൻ്റെ രഹസ്യം. അതുകൊണ്ട് അന്തിമമാം മണം അർപ്പിച്ച് അടിവാൻ മലർ കാക്കില്ലേ ഗന്ധവാഹന. ഈ പ്രപഞ്ചത്തിലെ ഭാവബന്ധങ്ങളുടെ രഹസ്യം ആർക്കറിയാം? ഭാവബന്ധ ബലം കൊണ്ടാണ് ശിഥിലമായ പ്രാണൻ തങ്ങി നിൽക്കുന്നത്. പക്ഷേ ഈ ഭാവബന്ധങ്ങളുടെ കാര്യകാരണങ്ങൾ ആർക്കറിയാം? അത് അറിയാനുള്ള ഉപകരണം, ഇന്ദ്രിയം മനുഷ്യനില്ല. മനുഷ്യജ്ഞാനത്തിൻ്റെ ചരമസീമയിൽ നിന്നുകൊണ്ടൊരു മഹാകവി വിലപിക്കുകയാണ്, അന്തിമമാം മണം അർപ്പിച്ചടിവാൻ മലർ കാക്കില്ലേ ഗന്ധവാഹനെ, രഹസ്യം ആർക്കറിയാവൂ. അപ്പോഴാണ് ഭാനുമാനിൽ നിന്ന് കടപൊട്ടി പറന്നെത്തും കതിരുപോലെ എത്തുന്ന ഉപഗുപ്തൻ്റെ ചോദ്യം ഈ കിടക്കുന്ന വാസവദത്ത കേൾക്കുന്നത്. അഹഹ മൃത്യുവിൻ ഇരുട്ടാഴിയിൽ മുങ്ങിയ സത്വം
മുഹുരിന്ദ്രിയവാതിലിൽ മുട്ടുകല്ലല്ലി. ബുദ്ധദർശനം അനുസരിച്ച് ഈ രൂപം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം എന്നീ 5 സ്കന്ധങ്ങൾ ചേരുമ്പോഴാണ് മനുഷ്യൻ നിലവിൽ വരുന്നത്. ഈ 5 സ്കന്ധങ്ങളും വേർപെടുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. ഇവിടെ രൂപം വിഘടിതമായി, പെർസെപ്ഷൻ വിഘടിതമായിക്കൊണ്ടിരിക്കുന്നു, സംജ്ഞ വിഘടിതമായിക്കൊണ്ടിരിക്കുന്നു. ആയിട്ടില്ല, അത് ഇരുട്ടാഴിയിൽ മുങ്ങിക്കിടക്കുകയാണ്, പോയിട്ടില്ല, പ്രാണപാശം അറ്റിട്ടില്ല, 6 ആയതേ ഉള്ളൂ. അപ്പോൾ ഈ സംജ്ഞ കേൾക്കുമ്പോൾ സംജ്ഞാസ്കന്ധം ഉണരുകയാണ്. ആ എപ്പിസ്റ്റമോളജിക്കൽ കണ്ടീഷൻ, ആ പ്രോസസ്സ് വീണ്ടും ആരംഭിക്കുകയാണ്. ആ മുഹുരിന്ദ്രിയവാതിലിൽ, ആ പ്രത്യക്ഷ അനുഭവത്തിന് വേണ്ടി ഇന്ദ്രിയവാതിൽ മുട്ടുകയാണ്. ആ സംസ്കാരം, ആവേഗം ഉണർന്നിട്ട് ആഹഹ മൃത്യുവിൻ ഇരുട്ടാഴിയിൽ, ആ ഒരു ക്ഷണത്തിൽ അടുത്ത ക്ഷണത്തിനും അടുത്ത ക്ഷണത്തിനും ഇടയ്ക്കുള്ള ആ തമസ്ഥാനത്തിൽ മുങ്ങിക്കിടക്കുകയാണ് വാസവദത്ത. ആ തമസ്ഥാനത്തിൽ നിന്ന് വീണ്ടും അസ്തിത്വത്തിലേക്ക് വരാൻ കിടന്ന് പെടക്കുകയാണ് ഈ ഉപഗുപ്തൻ്റെ സ്വരം കേട്ടപ്പോൾ. മുഹുരിന്ദ്രിയവാതിലിൽ മുട്ടുകല്ലല്ലി. അടുത്തതൊരു വിശ്വോത്തരമായ ഉപമയാണ്. തല നൂണു വരികല്ലി, കൃമികോശം തന്നിൽ നിന്ന് ശലഭം കണക്കെ ചേലച്ചുരുളിൽ നിന്നും. അത് ഗംഭീരമായൊരു ആത്മീയ പരിവർത്തനത്തിൻ്റെ സൂചനയായിട്ട് ആ ഉപമ മാറുകയാണ്. തല നൂണു വരികല്ലി, കൃമികോശം തന്നിൽ നിന്നും ശലഭം കണക്കെ ചേലച്ചുരുളിൽ നിന്നും. അവളെന്തോ പറയാൻ പറ്റില്ല, പുരികം കൊണ്ടെന്തോ കാണിച്ചു. അപ്പോൾ തോഴി ചെന്ന് ആ മുറിച്ചിട്ടിരിക്കുന്ന തുടകളും കൈകളുമൊക്കെ മൂക്കും എല്ലാം മൂടിയിട്ടു. അപ്പോൾ കവി പറയുകയാണ്, ഈ ആർഹതനിൽ നിന്ന് ഇതൊന്നും മറച്ചിട്ട് കാര്യമില്ല. കാരണം മറവിൽ കിടക്കും ജന്മ മൃതികാരണങ്ങൾ പോലും അറിയും സൂക്ഷ്മദൃക്കാകും ആർഹതനിവൻ. ഇവനിൽ നിന്ന് ഇതൊക്കെ മറച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അയാളത് കണ്ടു കഴിഞ്ഞു. മാത്രമല്ല നിന്റെ കർമ്മ വിഭാഗവും കണ്ടു കഴിഞ്ഞു. ധ്യാനത്തിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ ക്ഷണിക പ്രവാഹത്തിൻ്റെ ബഹുദൂരം മുമ്പിലും ബഹുദൂരം പിന്നിലും ഒരാർഹതന് കാണാൻ കഴിയും. ആ വ്യക്തി എന്ന നിലയിലല്ല, മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും പ്രവാഹത്തിലെ ഒരു ക്ഷണം എന്ന നിലയിലാണ്, ഒരു കണം എന്ന നിലയിലാണ് ഒരസ്തിത്വം എന്നുള്ളത്. അത് സ്വലക്ഷണ എന്ന് പറയും സാങ്കേതികമായിട്ട്. ആ സ്വലക്ഷണ അതാണ് എന്ന് അറിയുന്ന ആളാണ് അർഹതൻ, ബുദ്ധഭിക്ഷു. അപ്പോൾ അവനിൽ നിന്ന് ഇത് മറച്ചിട്ട് കാര്യമൊന്നുമില്ല. അയാളെന്തോ കുനിഞ്ഞു നോക്കിയിട്ട് എന്തോ പറയുന്നു. പക്ഷേ അതിന് വാസവദത്തയുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ നിവൃത്തിയില്ല. കാരണം അനുനാസ വികലവും അന്തരോഷ്ട ലീനദീനവുമാണ് ശബ്ദം. വ്യക്തതയില്ല ശബ്ദത്തിന്. പക്ഷെ വാസവദത്തയോട് അദ്ദേഹം പറയുന്ന മറുപടിയിൽ നിന്ന് അയാൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. അദ്ദേഹം പറയുന്നത്, ഇല്ല ഞാൻ താമസിച്ചു പോയില്ലടോ സരളശീലേ, അല്ല നീ ഇന്ന് എന്നെ ചൊല്ലി ആർന്നിടായികടോ. ശോഭന കാലങ്ങളിൽ നീ ഗമ്യയായില്ല എനിക്ക്, നിൻ സൗഭഗത്തിൽ മോഹമാർന്ന സുഹൃത്തല്ല ഞാൻ. അറിയുന്നുണ്ടെങ്കിലും ഞാൻ അകൃത്രിമ പ്രണയത്തിനുറവ് ഒന്നു നിൻ ഉൾക്കാമ്പിൽ ഊറി നിന്നതും പരമവിപത്തിങ്കലും പരിജനം നിന്നെ വിട്ടുപിരിയാതിങ് അണഞ്ഞഹോ
പരിചരിച്ചു ചൊരിയും ഈ കണ്ണുനീർ നിൻ സ്ഥിരദാക്ഷിണ്യ ശീലത്തെ ഉര ചെയ്യുന്നുണ്ട്, അതും ഓർക്കുന്നുണ്ട് ഞാൻ. അവളുടെ 2 ഗുണങ്ങൾ പറയുകയാണ്. ഒന്ന്, അവളുടെ ഉള്ളിൽ ഊറി നിന്ന അകൃത്രിമ പ്രണയത്തിൻ്റെ ഉറവ്. അതിലുള്ള ഒരു വൈരുദ്ധ്യം. ഈ അകൃത്രിമമായിരിക്കെ തന്നെ അവൾ ഉപഗുപ്തനെ ഒരു വിശിഷ്ട ഭോജ്യമായും കാണുന്നു, കമനീയ കായകാന്തി കലരും ജനമായി കാണുന്നു, മധുരാകൃതിയായി കാണുന്നു. അത് തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമുണ്ട്. അത് ആശാന് പരിഹരിക്കാൻ കഴിയുന്നില്ല. അത് നളിനിയിലൊരു ശ്ലോകമുണ്ട്. ധന്യമാം കരണയുഗ്മം ധന്യമാം കരണസത്വയുഗ്മം അന്യോന്യലീനം അറിവറ്റു നിൽക്കവേ. കരണസത്വയുഗ്മം എന്ന് പറഞ്ഞാൽ ദിവാകരൻ്റെയും നളിനിയുടെയും ശരീരങ്ങളും മനസ്സുകളും. അതാണ് കരണസത്വയുഗ്മം. ഈ ശരീരവും മനസ്സും നശ്വരമായതുകൊണ്ട്, നിത്യമല്ലാത്തതുകൊണ്ട്, അനിത്യമായതുകൊണ്ട് അവ എങ്ങനെ ധന്യമാകും എന്ന ചോദ്യം വേറെ കിടക്കുന്നു. ധന്യമാം കരണ സത്വയുഗ്മം അന്യോന്യലീനം അറിവറ്റ് നിൽക്കുന്ന അവസ്ഥ രതിമൂർച്ഛയുടെ അവസ്ഥയാണ്. ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ശരീരങ്ങളും മനസ്സും ഒന്നായി അന്യോന്യലീനമായി രണ്ടാണെന്ന അറിവ് അറ്റു നിൽക്കുന്ന അവസ്ഥ രതിമൂർച്ഛയുടെ അവസ്ഥയാണ്. അതിൻ്റെ ഭാവം രതിയും രസം ശൃംഗാരവുമാണ്. പക്ഷെ അതിന് ശേഷവും നളിനിയെ കന്യ കേവല സുഖം സമാസ്വദിച്ചു, അന്യ ദുർലഭം അലോക സംഭവം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ശേഷവും ഇവൾ കന്യയായി ഇരിക്കുന്നു. അവർ കേവല സുഖം അനുഭവിച്ചു എന്നാണ് പറയുക, സമാസ്വദിച്ചു എന്നാണ് പറയുന്നത്. കേവല സുഖം നിത്യമായ സുഖമാണ്. കേവല സുഖത്തിൻ്റെ ഭാവം ശമവും രസം ശാന്തവുമാണ്. അങ്ങനെ ഒരൊറ്റ ശ്ലോകത്തിൽ 2 പാദങ്ങളിൽ വീതം രസവൈരുദ്ധ്യം വരുത്തിക്കൊണ്ട് സംഘർഷം ഉണ്ടാക്കിയിരിക്കുകയാണ് ആശാൻ. അതിന് കാരണം ധന്യജീവിതത്തെക്കുറിച്ച് ആശാൻ്റെ സങ്കല്പം നളിനിയിലൂടെ പറയുന്നുണ്ട്. സന്തതം മിഹിരൻ ആത്മശോഭയും സ്വന്തമാം മധു കൊതിച്ച വണ്ടിനും ചന്തമാർന്നരുളി നിൽക്കുമോമലെ ഹന്ത നിൻ്റെ ധന്യമിഹ നിൻ്റെ ജീവിതം എന്ന്. ധന്യജീവിതമാകണമെങ്കിൽ കാമവും സാധിക്കണം, മോക്ഷവും കിട്ടണം എന്നാണ് ആശാൻ പറയുന്നത്. എന്നാലേ ധന്യജീവിതമാകുള്ളൂ. ഒന്നിനെ ത്യജിച്ച് മറ്റതിനെ സ്വീകരിക്കുന്നത് ധന്യജീവിതമല്ല. ഇപ്പം ഇവിടെ ചെട്ടിയാരെയും തൊഴിലാളി നേതാവിനെയൊക്കെ പോലുള്ള മധു കൊതിച്ച വണ്ടുകൾക്ക് വാസവദത്ത അത് കൊടുത്തിട്ടുണ്ട് അല്ലേ? ധന്യമാം അല്ല, ഈ സന്തതം മിഹിരൻ ആത്മശോഭ. ബുദ്ധനാവാം, അല്ലെങ്കിൽ ബുദ്ധൻ്റെ പ്രതിനിധിയാവോ, ഉപഗുപ്തനാവാം. അദ്ദേഹത്തിന് ഉപഗുപ്തനായിക്കോട്ടെ, ഉപഗുപ്തൻ ആത്മശോഭ കൊടുക്കുകയും സ്വന്തമാം മധു കൊതിച്ച വണ്ടുകളായ ചെട്ടിയാർക്കും തൊഴിലാളി നേതാവിനും അതുപോലുള്ള അനേകം കാമുകന്മാർക്കും സ്വന്തമാം മധുവും കൊടുത്തിട്ടുണ്ട്. ഈ അകൃത്രിമ പ്രണയം ആകുന്ന ആത്മശോഭ അത് ഇയാൾക്കും കൊടുക്കുന്നു, ഉപഗുപ്തനും കൊടുക്കുന്നു. അപ്പം അങ്ങനെ ധന്യജീവിതത്തിലേക്ക് വാസവദത്തയും എത്തുമോ എന്ന് നോക്കുകയാണ്. അപ്പോൾ വാസവദത്തയ്ക്ക് മോക്ഷം കിട്ടിയെങ്കിൽ വാസവദത്തയുടെ കാമവും സാധിച്ചു, അവർക്ക് മോക്ഷവും കിട്ടി. ധന്യജീവിതമാണ് രണ്ടുമാണെങ്കിൽ. സന്തതം മിഹിരൻ ആത്മശോഭയും സ്വന്തമാം മധു കൊതിച്ച വണ്ടിനും ചന്തമാർന്ന് അരുളി നിൽക്കും ഓമലേ ഹന്ത ധന്യമിഹ നിൻ്റെ ജീവിതം. വാസവദത്ത നോക്കണമെന്ന്, നോക്കി ലയിക്കണം സൗന്ദര്യം എന്ന് ആഗ്രഹിക്കുന്നു. നളിനി നോക്കി നിന്നു ഹൃദയായി അപഹരിക്കപ്പെട്ടു മനസ്സ്. ആരുടെ മുഖം? അവൻ്റെ ദിവ്യ ഐക്യ നിർവൃതികര ഉജ്ജ്വലാനനം. നളിനി നോക്കി നിന്നു. വാസവദത്ത പാവം നോക്കാനായിട്ട് ഉപഗുപ്തൻ വന്നില്ല, വന്നപ്പോൾ ഈ പതനത്തിലാണ്. പക്ഷെ നളിനി അങ്ങനെയല്ല, നോക്കി നിന്നു ഹൃദയായി
അവൻ്റെ ദിവ്യ ഐക്യ നിർവൃതികര ഉജ്ജ്വലാനനം അത് നോക്കി ഇന്ദ്രിയ സംഘമുണ്ടായി. പക്ഷെ അപ്പോഴാണ് വാക്കിനാൽ അപരിമേയമാം മഹാവാക്യ തത്വം അവൻ ഓതി ശാശ്വതം. നേരെ ഘടകവിരുദ്ധമായ ഒരാത്മീയ അനുഭവമാണ് അവൾക്കുണ്ടാകുന്നത്. അയമാത്മം ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നീ മഹാവാക്യങ്ങളുടെ തത്വമാണ് ആര് വിശദീകരിച്ചു കൊടുത്തത്? വാക്കിനാൽ അപരിമേയമാം മഹാവാക്യ തത്വം അവൻ ഓതി ശാശ്വതം. അതിൻ്റെ ഇമ്പാക്റ്റായിട്ടാണ് ഓമലാൾ മുഖമതിൽ നിന്ന് നിർഗമിച്ചു ഓമിതി ശ്രുതി നിഗൂഢ വൈഖരി ഏതധ്യേവ അക്ഷരം ബ്രഹ്മ എന്നാണ് കഠോപനിഷത്ത് പറയുന്നത്. അവരക്ഷരം തന്നെയാണ് ബ്രഹ്മം. ഓം എന്ന അക്ഷരം, ഏതധ്യേവ അക്ഷരം ബ്രഹ്മ എന്നാണ് ഒരക്ഷരം. ബ്രഹ്മാനുഭവം ഉണ്ടായതിൻ്റെ തെളിവായിട്ട്, അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരമുണ്ടായ ഇതിൻ്റെ തെളിവായിട്ട് ആ സമയത്ത് ഓമിതി ശ്രുതി നിഗൂഢ വൈഖരി, വേദത്തിൽ, ഉപനിഷത്തിൽ, വേദസാരമായ ഉപനിഷത്തിൽ നിഗൂഹനം ചെയ്ത കഠോപനിഷത്ത് ഏതധ്യേവ അക്ഷരം ബ്രഹ്മ എന്ന് സ്തുതിക്കുന്ന ആ ഓംകാരം നളിനിയുടെ വായിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ഉപഗുപ്തൻ വന്നിട്ട് അവളോട് പറയുന്നത്, കരയായിക ഭഗിനി നീ കളകഭീരുത, മരണത്തിൻ്റെ മുമ്പിൽ ഭയന്ന് വരച്ച് നിൽക്കുകയാണ്, കിടക്കുകയാണ്, അടുത്ത നിമിഷം മരിക്കും. കരയായിക ഭഗിനി നീ, കാരണം എന്താ? ഈ കിടപ്പിൽ കിടന്നുകൊണ്ട് സ്മരിക്കുന്നു പൂർവരാഗം. അവൾ സ്മരിക്കുന്നു പൂർവരാഗം എന്ന് മാത്രമല്ല, സ്മരിക്കുന്നു പൂർവരാഗം അവനെ. പിന്നെ കണ്ണാൽ തന്നെ ചിരിക്കയും കരകയും ചെയ്യുന്നു പാവം എന്നാണ്. അപ്പോൾ വാസവദത്തയോട് അങ്ങനെ ഇയാൾ അവൻ്റെ കാന്തി വീഴവേ സ്മരിക്കുന്നു പൂർവരാഗം എന്നാണ്. മുമ്പഴത്തെ ഉണ്ടായിരുന്ന പ്രണയം അവൾ ഓർത്തു. അവൻ വന്നതുകൊണ്ട് ചിരിക്കുന്നു, ഫലമില്ലാത്തതുകൊണ്ട് കരയുന്നു. അപ്പം അങ്ങനെ കണ്ണാൽ തന്നെ ചിരിക്കയും കരകയും ചെയ്യുന്നു പാവം. അപ്പോൾ പറയുകയാണ്, കരയായിക ഭഗിനി നീ കളക സങ്കടം ശാന്തി വരും, നിന്റെ വാർ നെറുക ഞാൻ തലോടുവൻ. അങ്ങനെ നെറുകയിൽ തൊട്ടപ്പോൾ ഖിന്നമുഖിയാം അവൾ തൻ സംജ്ഞ വിരലാലുന്നയിച്ച ദീപം പോലെ ഒന്നുജ്വലിക്കുന്നു എന്നാണ്. സംജ്ഞാസ്കന്ധം ഉണർന്നു. കായ സംജ്ഞ എന്ന് സാങ്കേതികമായിട്ട് പറയും അതിന്. കായ സംജ്ഞയുടെ ഉദ്ദീപനം ഉണ്ടായി. ആ പെർസെപ്ഷൻ വീണ്ടും കിട്ടി പെട്ടെന്ന്. അതുകൊണ്ട് വിരലാൽ ഉന്നയിച്ച ദീപം പോലെ ഒന്ന് ഉജ്ജ്വലിച്ചു ഒരു നിമിഷം. ആ നിമിഷത്തിലാണ് ഉപഗുപ്തൻ ശരണത്രയം ഉപദേശിക്കുന്നത്. ദിവാകരന് മഹാവാക്യങ്ങളാണ് ഉപദേശിച്ചതെങ്കിൽ, നളിനിക്ക് മഹാവാക്യങ്ങളാണ് ദിവാകരൻ ഉപദേശിച്ചതെങ്കിൽ, ഉപനിഷത് വാക്യങ്ങളാണ് ഉപദേശിച്ചതെങ്കിൽ, ഇവിടെ ശരണത്രയമാണ് ഉപദേശിക്കുന്നത്. അതിൻ്റെ രോമാഞ്ചവും അതിൻ്റെ ഉത്ഫുല്ലതയും അവളുടെ അന്തരംഗത്തിനുണ്ടാവുന്നു. അപ്പോൾ യമുനയിൽ ഇളങ്കാറ്റു തിരതല്ലി ശാഖ ചലിച്ച അമര സല്ലാപം കേൾക്കായി അരയാലിന്മേൽ. ആ സമയത്ത് താണ് ഉടനെ രണ്ട് നീണ്ട ഭാനുകിരണങ്ങൾ അങ്ങ് ചേണി എന്ന കനക നിശ്രേണി ഉണ്ടാക്കി. രണ്ട് സൂര്യരശ്മികൾ വന്നിട്ടൊരു ഗോവണി ഉണ്ടാക്കി. അത് ബ്രഹ്മസൂത്രത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ
രണ്ടാം ഭാഗത്തിലെ 17-ാമത്തെ സൂത്രമാണ് രശ്മ്യാനുസാരി എന്ന് പറയും. മരിക്കുന്ന ആത്മാവിൻ്റെ നിഷ്ക്രമണം സൂര്യരശ്മിയിൽ കൂടി സൂര്യലോകത്തേക്കാണ് എന്ന്. അപ്പം അങ്ങനെ താണുടനെ രണ്ട് നീണ്ട ഭാനുകിരണങ്ങളന്ന് അങ്ങ് ചേണിയെന്ന കനക നിശ്രേണി ഉണ്ടാക്കി. എന്താ ചെയ്തത് ഉപയുക്തൻ? കരയായിക ഭഗിനി നീ കളക സങ്കടം ശാന്തി വരും നിന്റെ വാർ നെറുക ഞാൻ തലോടുവൻ. സ്വന്തം കയ്യിനെ എന്തായിട്ടാണ് വിശേഷിപ്പിച്ചത്? ചിരകാലം അഷ്ടമാർഗചാരിയാമാ ഭഗവാന്റെ പരിശുദ്ധ പാദപത്മം തുടച്ച കയ്യാൽ. വേറെ ക്ലെയിമൊന്നുമില്ല. അഷ്ടമാർഗം ബുദ്ധ ദർശനത്തിലെ എത്തിക്സാണ്, കോണ്ടക്റ്റ്, എങ്ങനെ ജീവിക്കണം മനുഷ്യൻ എന്നുള്ളതിനെക്കുറിച്ചുള്ള ബുദ്ധൻ്റെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശമനുസരിച്ച് ജീവിച്ച ആളാണ് ബുദ്ധൻ. അങ്ങനെ അഷ്ടമാർഗത്തിൽ ചരിച്ച ബുദ്ധൻ്റെ പാദപത്മം തുടച്ച കയ്യാൽ ഞാൻ നിൻ്റെ വാർന്നെറുക തലോടും എന്ന് പറഞ്ഞിട്ടാണ് സ്പർശിക്കുന്നത്. അപ്പോൾ കായസംജ്ഞയാണ് ഉണർന്നത് ആദ്യം. ഈ സംജ്ഞ കെടുന്നു എന്ന് ആദ്യം പറയുന്നത് മരണലക്ഷണമാണ്. അതിൽ നിന്ന് ജീവൻ്റെ ജ്വാലയെ ഈ സ്പർശം ഉണർത്തുകയും ബോധത്തെ ഉണർത്തുകയും ആ ബോധത്തിലേക്ക് ശരണത്രയം പ്രക്ഷേപിക്കുകയും ചെയ്ത് അപ്പോഴാണ് ഇവളുടെ ആത്മാവ് എൻ്റെ ഉത്ക്രമണം ഉണ്ടാകുന്നത്. അപ്പം അത് ബുദ്ധദർശനം അനുസരിച്ചാണെങ്കിൽ ഈ രൂപസ്കന്ധം നശിച്ചാലും വേദനാസ്കന്ധം നശിച്ചാലും സംജ്ഞാസ്കന്ധം നശിച്ചാലും സംസ്കാരസ്കന്ധവും വിജ്ഞാനസ്കന്ധവും കൂടി നശിച്ചാലേ മരണം പൂർത്തിയാകുന്നുള്ളൂ. ഇവിടെ വാസവദത്തയുടെ രൂപ വേദനാസ്കന്ധങ്ങൾ സെൻസേഷൻ പോയി മരവിച്ചു മർമ്മസന്ധി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പോയി, രൂപവും വികലമായി, അതും വിഘടിച്ചു. വിഘടിക്കാതെ കിടക്കുകയാണ് പെർസെപ്ഷൻ. ഈ സംജ്ഞ സ്കന്ധവും സംസ്കാരസ്കന്ധവും വിജ്ഞാനസ്കന്ധവും അഴിയാതെ ശിഥിലമാകാതെ നശിക്കാതെ കിടക്കുകയാണ്. ഒരാൾ നിർവ്വാണത്തിലേക്ക് എത്തുന്നത് ഈ 5 സ്കന്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട കർമ്മ ഫല വാസനാഭാഗങ്ങളും ഒക്കെ ഇല്ലാതെയായി ശുദ്ധശൂന്യമാകുമ്പോഴാണ്. അതുകൊണ്ടാണ് ആശാൻ പറയുന്നത് നിർവ്വാണം സർവനാശമാണ്, ശുദ്ധശൂന്യമാണ് എന്ന് ആശാൻ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ വാസവദത്തയുടെ അത് പോയിട്ടില്ല, പക്ഷേ അവസാനം അതും അസ്തമിക്കുകയാണ്. അപ്പോൾ ആശാൻ ചെയ്യുന്നത് വേദാന്തത്തിലെ ഒരു സങ്കല്പം എടുത്തുകൊണ്ടുവരികയാണ് അവിടേക്ക്. ബുദ്ധമതത്തിന് വിരുദ്ധമായ, അതാണ് വേറൊരു വൈരുദ്ധ്യത്തെ അവിടെ സ്ഥാപിക്കുകയാണ്. അവളുടെ ആത്മാവ് ശൂന്യമായി എന്ന് സമ്മതിക്കാൻ ആശാന് പറ്റുന്നില്ല. ആശാൻ അതുകൊണ്ട്, കാരണം ഈ നാശം വേദാന്തത്തിലും ബുദ്ധ ദർശനത്തിലും മരണത്തിൽ 2 സങ്കല്പമാണ്. വേദാന്തത്തിൽ മരണം അവസ്ഥാഭേദമാണ്. ബുദ്ധ ദർശനത്തിൽ മരണം എന്ന് പറഞ്ഞാൽ നാശമാണ്, ഇല്ലാതെ ആകലാണ്, ശൂന്യമാകലാണ്. അപ്പോൾ അത് ആശാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് താണുടനെ 2 നീണ്ട ഭാനുകിരണങ്ങളങ്ങ് ചേണിയെന്ന കനകനിശ്രേണിയുണ്ടാക്കി. രശ്മ്യാനുസാരി എന്ന് പറയുന്ന ബ്രഹ്മസൂത്രത്തിലെ 4-ാം അധ്യായത്തിലെ 2-ാം ഭാഗത്തിലെ 17-ാം സൂത്രം അവിടെ റെഫർ ചെയ്യുകയാണ് ആശാൻ. അപ്പോൾ അവിടെ അംബിഗ്വിറ്റിയാണ് അതിൻ്റെ കാവ്യ സൗന്ദര്യം. അത് അവളില്ലാതെയായോ അതോ അവളുടെ അവസ്ഥാഭേദം വന്നോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സന്നിഗ്ധ നിമിഷം, ഒരു അംബിഗ്വിറ്റിയുടെ ഒരു നിമിഷം അവിടെ അവിടെ വെച്ചിരിക്കുകയാണ് അദ്ദേഹം. പക്ഷെ ആ നിമിഷത്തിന് മുമ്പ്, തൊട്ട് മുമ്പുള്ള ക്ഷണത്തിൽ അവൾ അറിയുന്നുണ്ട് ജീവിതത്തിൻ്റെ അർത്ഥം. താൻ പാപം ചെയ്തു എന്ന് വിഷമിക്കണ്ട എന്ന് ഉപഗുപ്തൻ പറയുന്നുണ്ട്. കാരണം ലോലമാം ക്ഷണമേ വേണ്ടൂ ബോധമുള്ളിൽ ഉദിക്കാനും
മാലി എന്ന തമസ് ആകെ മാഞ്ഞു പോകാനും എന്ന് പറയുന്നുണ്ട്. കാരണം ആ സാധ്യതയാണ് ബുദ്ധദർശനത്തിൻ്റെ ഒരു വലിയ സാധ്യത. കാരണം കഴിഞ്ഞ ക്ഷണത്തിൽ ഒരു കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിച്ച് തീരുമ്പോൾ ആ കർമ്മവുമായിട്ടുള്ള ബന്ധവും തീർന്നു, ആ വ്യക്തിയും തീർന്നു. പിന്നെ ജനിക്കുന്ന അടുത്ത നിമിഷത്തിൽ വേറൊരു വ്യക്തിയാണ് ജനിക്കുന്നത്, അടുത്ത ക്ഷണത്തിൽ. വാസവദത്ത ഒരു കർമ്മം ചെയ്തു, അതിൻ്റെ ഫലം അവൾ അനുഭവിച്ചു. അപ്പോൾ കർമ്മവും ഫലവും തീർന്നതുകൊണ്ട് ആ വ്യക്തി ഇന്നില്ല. ഇത് വേറൊരു വ്യക്തിയാണ്, വേറൊരു വ്യക്തിയാണെന്നുള്ള ബോധമുണ്ടാകാൻ ലോലമാം ക്ഷണമേ വേണ്ടൂ. ബോധമുള്ളിലുദിക്കാനും മാലി എന്ന തമസാകെ മാഞ്ഞു പോകാനും. അങ്ങനെ ഒരു ക്ഷണത്തിൽ ആണ് വാസവദത്ത ശരണത്രയം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ആത്യന്തിക സ്വഭാവത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടു എന്നാണ്. ഉപഗുപ്തൻ പറയുന്നുണ്ട്, കുശലമാർഗങ്ങളിൽ അന്ന് കേൾക്കുമായിരുന്നില്ല നീ. ഞാനന്ന് വന്ന് പറഞ്ഞാൽ കേൾക്കില്ല. കാരണം വിശ്വസനം സുഖികളെ വിജ്ഞരാക്കുന്നു. ആ ദുഃഖമാണ്, ആ നഷ്ടപ്പെട്ട വിഘടിക്കപ്പെട്ട രൂപസ്കന്ധത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ഇപ്പോൾ അവൾക്കുള്ളത്. ഇതിനാൽ അറിഞ്ഞില്ലേ നീ വിഭവത്തിൻ ചലത്വവും രതിസമാന രൂപത്തിൻ റിക്തതയും. നീ രതിസമാനമായ രൂപം ശൂന്യമാണെന്ന്. ഈ പ്രപഞ്ചത്തിലെ സുഖഭോഗങ്ങളെല്ലാം ഡോക്ടർ ഫൗസ്റ്റസ് ഹെലൻ്റെ പ്രേതത്തെ ഭോഗിച്ചതുപോലെയാണെന്ന്. ഒന്നുമില്ല, അയഥാർത്ഥമാണ്. ഡോക്ടർ ഫൗസ്റ്റസിന് ആത്മാവ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്നത് ഹെലനെ ചുംബിക്കുന്ന നിമിഷത്തിലാണ്. ഹെലൻ പ്രേതമാണ്, പ്രതീതിയാണ്. പ്രതീതി എന്ന് പറഞ്ഞാൽ ആധാരമില്ലാത്ത അനുഭവം എന്നാണ്. പ്രപഞ്ചം പ്രതീതിയാണ് എന്നാണ് ബുദ്ധദർശനത്തിൻ്റെ ഉപദർശനം. ആധാരമില്ലാത്തതാണെന്നാണ്. അപ്പോൾ അത് ഇപ്പോൾ മനസ്സിലായില്ലേ? രതി സമാന രൂപത്തിൻ റിക്തതയും നീ. അതിൽ ശൂന്യ, അതിൽ ഉള്ളു പൊള്ളയാണ്, സത്തയില്ല. അത് മനസ്സിലായില്ലേ? ഇപ്പോൾ ഉപദേശത്തിന് പാത്രമാണ്. ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും കാര്യം. അതുകൊണ്ട് ശരണത്രയം കൊടുത്തു അദ്ദേഹം. അപ്പോൾ അവളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് വേദാന്തികളുടെ ഒരു പ്രതിബിംബവാദത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ക്ഷണത്തിൽ അവൾ ശുദ്ധി തേടിയിടും, ക്ഷണത്തിൽ ചെന്ന് ഞെരുങ്ങി പ്രപഞ്ചം നിന്നഹോ ഹിമകണത്തിൽ ബിംബിച്ചു കാണും കാനനം പോലെ എന്നാണ്. അതും ഇതുപോലെ വിശ്വോത്തരമായൊരു ഉപമയാണ്. പക്ഷെ അത് മുമ്പും ഉപയോഗിച്ചിട്ടുണ്ട്. ഗൗഡപാദരും പലരും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ക്ഷണത്തിൽ ചെന്ന് ഞെരുങ്ങി പ്രപഞ്ചം നിന്നഹോ ഹിമകണത്തിൽ ബിംബിച്ച് കാണും കാനനം പോലെ. ആ ഒരു ക്ഷണം മാത്രമേ ഉള്ളൂ. നൗ, അത് മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യം. സ്വലക്ഷണ അതാണ് ഈ പ്രപഞ്ചം. അത് ബോധ്യപ്പെട്ടു എന്നാണ്. ക്ഷണത്തിൽ ചെന്ന് ഞെരുങ്ങി പ്രപഞ്ചം നിന്നു. ഈ പ്രപഞ്ചം ജീവിതം ഭാവി ഭൂതം ഒന്നുമല്ല, വർത്തമാനം മാത്രമാണ്. നൗ, ഇപ്പോൾ മൈൻഡ്ഫുള്ളായി അവൾ. ആ ക്ഷണത്തിൽ ചെന്ന് ഞെരുങ്ങി പ്രപഞ്ചം നിന്നു. അഹോ ഹിമകണത്തിൽ ബിംബിച്ചു കാണും കാനനം പോലെ. മുഴുവൻ പ്രപഞ്ചം, മുഴുവൻ സ്ഥലവും മുഴുവൻ കാലവും ഒറ്റ ക്ഷണത്തിൽ അവൾ അറിഞ്ഞു എന്നാണ്. അതിൻ്റെ രഹസ്യം അവൾ അറിയുകയും അവൾ മോക്ഷമാണോ നിർവ്വാണമാണോ എന്ന് ലഭിച്ചതെന്ന് ആശാന് തീർച്ചയില്ലാത്തത് കൊണ്ട് രണ്ട് വേണമെങ്കിലും ധരിക്കാം എന്ന മട്ടിൽ ഒരു അംബിഗ്വിറ്റി സൃഷ്ടിച്ചു. അംബിഗ്വിറ്റിയുടെ ഒരു വലിയ സൗന്ദര്യ നിമിഷം സൃഷ്ടിച്ചുകൊണ്ട് ആ സ്വപ്നം അങ്ങ് പൊലിഞ്ഞു പോവുകയാണ്. മിഴിച്ചു നിന്നവനങ്ങ് മധുരയിലെ മുഖ്യ കാമനീയകത്തിൻ ഭസ്മകദംബം കണ്ടു. അവിടെയും ഒരു അംബിഗ്വിറ്റി ഉണ്ട്. നെല്ലിക്ക എന്ന ഉപമയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെല്ലിക്കയ്ക്കൊരു സ്വഭാവമുണ്ട്, ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും. വാസവദത്തയുടെ ജീവിതം അവൾക്ക് ആദ്യം മധുരമാണെന്ന് തോന്നിച്ചിരുന്നു, പക്ഷെ അത് കയ്പായിരുന്നു. പക്ഷെ പിന്നീടുള്ള ജീവിതം, രണ്ടാമത് ജനിച്ച വാസവദത്തയുടെ ജീവിതം യഥാർത്ഥത്തിൽ മധുരമാണ്. അപ്പോൾ ആദ്യം കയ്പും പരിണാമം മധുരമായി.
ആ ജീവിതത്തിൻ്റെ ആദ്യം കയ്പാണെങ്കിലും. അപ്പോൾ ആമലകി ഫലം, നെല്ലിക്ക എന്ന ഉപമാനത്തിന് ആ പ്രമേയത്തിൻ്റെ സമഗ്ര സത്തയെ പ്രതിനിധീകരിക്കാനുള്ള ഗംഭീരമായ സാധ്യത ഉണ്ടായി. അവിടെ മിഴിച്ചു നിൽക്കേണ്ട കാര്യമില്ല, കണ്ണീരൊഴുക്കേണ്ട കാര്യമില്ല. ആശാൻ ന്യായീകരിക്കുന്നുണ്ട്, അത് കരുണയുടെ കണ്ണീരാണ്. ദുഃഖസത്യം അറിഞ്ഞ ദുഃഖസത്യജ്ഞൻ കരയുകയില്ല എന്ന് ആശാൻ പറയുന്നുണ്ട്. ഹൃദയാലു ആയതുകൊണ്ട് ഒരാൾ മരിക്കുമ്പോൾ കരയില്ല എന്ന് പറയുന്നുണ്ട്. ഹേതുദർശി, കാരണം അറിയുന്നവനായതുകൊണ്ട് വിസ്മയമുണ്ടായ കൊണ്ടുണ്ടായ കണ്ണീരല്ലെന്ന് പറയുന്നുണ്ട്. കരുണയുടെ കയത്തിലെ മുക്താഫലത്തിൻ്റെ ആണെന്ന് ആശാൻ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ വായനക്കാർ അങ്ങനെ കവി പറയുന്നതൊന്നും വിശ്വസിക്കില്ല. അത് സന്ദേഹിയായ ആശാൻ്റെ സന്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന, സംഘർഷത്തിൽ നിന്നുണ്ടാകുന്ന പ്രതികരണമാണ്. ആ രണ്ട് സ്വഭാവം കാണിക്കുന്ന നെല്ലിക്കയുടെ അത്രയും, ആ കയ്പും മധുരവും ഒരുമിച്ച് കാണിക്കുന്ന ഒരേ സമയം ഒരു പ്രതിഭാസത്തിൻ്റെ മേൽ ഘടകവിരുദ്ധമായ രണ്ട് സ്വഭാവം ആരോപിച്ചാൽ ആ പ്രതിഭാസത്തിൻ്റെ സ്വഭാവ നിർണയം സാധ്യമല്ല. അതുകൊണ്ട് ജീവിതം ഉണ്മയാണോ ശൂന്യതയാണോ എന്ന് സ്വഭാവ നിർണയം നടത്താൻ കഴിയില്ല എന്ന സന്ദേഹത്തിൻ്റെ പ്രതീകമായിട്ട് ആമലകി ഫലം മാറുന്നു. അത് നെല്ലിക്കയ്ക്ക് കയ്പാണോ മധുരമാണോ എന്ന് പറയാൻ പറ്റില്ല. ആദ്യം കയ്പും പിന്നെ മധുരിക്കും. അപ്പോൾ രണ്ടിലേതാണ് ഈ സത്യം നെല്ലിക്കയുടെ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ പ്രപഞ്ചത്തിൻ്റെയും സത്യം ഉണ്മയാണോ ശൂന്യതയാണോ? രൂപസ്കന്ധവും വേദനാസ്കന്ധവും സംജ്ഞാസ്കന്ധവും സംസ്കാരസ്കന്ധവും വിജ്ഞാനസ്കന്ധവും വേർപെട്ട് എല്ലാം ഇല്ലാതായി വാസവദത്ത ശുദ്ധശൂന്യാവുകയാണോ ചെയ്തത്? അതല്ലെങ്കിൽ വാസവദത്ത എന്ന പ്രതിഭാസത്തിലെ നിത്യവസ്തു ഈ കനകനിശ്രേണിയിൽ, സൂര്യൻ്റെ കനകനിശ്രേണിയിൽ കൂടി സൂര്യലോകത്തേക്ക് നിഷ്ക്രമിക്കുകയാണോ ആരോഹണം ചെയ്യുകയാണോ എന്ന് നമുക്ക് വ്യക്തമല്ല. നമ്മുടെ ആ സന്ദേഹത്തിൻ്റെ കൂടി പ്രതീകമാകുന്നു ആമലകി ഫലം. ആ കണ്ണുനീര് വീണ്ടും ആശാൻ തന്നെ ആശാനോട് പറയുന്നു, സാധ്യം എന്ത് കണ്ണീരിനാൽ അവനി വാഴ്വ് കിനാവ് കഷ്ടം. നന്ദി.